ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ സെക്കൻഡ് പേപ്പർ കൊമേഴ്സ് പേപ്പറിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ബാച്ചിൽ നമ്മളുടെ ഹൈംസ് അക്കാഡമിയുടെ കൊമേഴ്സിൻ്റെ ബാച്ചിൽ എടുത്ത ലൈവ് സെഷൻ്റെ റെക്കോർഡഡ് ആണ്. ചെറിയ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കാണും, ചെറിയൊരു ഗ്യാപ്പൊക്കെ ഇടയ്ക്ക് വരാം. അപ്പം അത് നമ്മൾ ലൈവിൻ്റെ അകത്ത് എടുത്തു പോയതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്നാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിരിക്കുന്നതിൻ്റെ അകത്ത്. അപ്പോൾ ഓരോ ക്വസ്റ്റനും പറയുമ്പോൾ ആ ക്വസ്റ്റൻ റിപ്പീറ്റ് ചെയ്തില്ലേ പോലും ആ ക്വസ്റ്റനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ക്ലിയർ ആയിട്ട് നമുക്ക് പിന്നീട് ക്വസ്റ്റൻസ് ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമല്ല. അപ്പോൾ കൃത്യമായിട്ട് ഒന്ന് കാണുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഇനി ആരെങ്കിലും അടുത്ത തവണത്തേക്ക് കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ വൃത്തിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇതുവരെ നമ്മളിപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല, ഇതുവരെ നമുക്ക് കൊമേഴ്സ് പേപ്പറിനോട് ടച്ച് ഇല്ല, അല്ലെങ്കിൽ വർഷങ്ങളായി എല്ലാം മറന്നു കിടക്കുക, പക്ഷേ നമുക്ക് ഒരിക്കലും പഠിച്ചിട്ടില്ലാത്ത രീതിയിൽ വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് കൊമേഴ്സ് എന്ന് പറഞ്ഞ പേപ്പർ പഠിക്കാനായിട്ട് പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്കൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മാർക്ക് മാത്രമല്ല, സെറ്റ് പാസ്സാകുക മാത്രമല്ല, അതിനുപരിയായിട്ട് ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൊമേഴ്സിൻ്റെ പേപ്പറിൻ്റെ പ്രിപ്പറേഷൻ, അതോ ഇനി വലിയ ഫീസൊന്നും ഉണ്ടെന്ന് ഓർക്കണ്ട, വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കയറുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഏരിയയും ലൈവായിട്ട് തന്നെ വീണ്ടും കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈവും റെക്കോർഡഡും നമ്മളുടെ ആപ്പ് ത്രൂ ഉള്ള ക്ലാസ്സുകളും എല്ലാ നോട്ടും എടുക്കാത്ത രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും എറേസ് ചെയ്തില്ല. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാൻ, വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമ്മളുടെ ഈ ഒരു കോച്ചിങ് നിങ്ങൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ അറിയാനായിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വേരിയബിൾസ് വരെ വരുന്നിടത്താണ് നമുക്ക് ഈ പറയുന്ന ഗ്രാഫിക് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. രണ്ട് മെത്തേഡോ അതിൽ കൂടുതലോ രണ്ട് വേരിയബിളോ അതിൽ കൂടുതൽ വേരിയബിളോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന LPP സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറഞ്ഞത്. രണ്ടിൽ കൂടുതൽ വേരിയബിൾസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് LPP സോൾവ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്കറിയാം, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഗ്രാഫിക്കൽ മെത്തേഡ് ആണെങ്കിലും സിംപ്ലക്സ് മെത്തേഡ് ആണെങ്കിലും അവിടെ എല്ലാം നമ്മൾ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ LPP സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ കൺസ്ട്രെയിൻസിനെ ഈക്വാളിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യണം. നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്. അവിടെ നമുക്കറിയാം, നമുക്ക് വലിയ ഡിഫിക്കൽട്ട് ഒന്നും അല്ലത്. നമ്മൾ ജസ്റ്റ് ഇൻഇക്വാളിറ്റി മാറ്റിയിട്ട് ഈക്വാളിറ്റി സൈൻ ഇട്ടിട്ട് അവിടെ നമ്മൾ LPP സോൾവ് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത് ഗ്രാഫിക് മെത്തേഡിൽ. പക്ഷെ നമുക്ക് ഈ പറയുന്ന സിംപ്ലക്സ് മെത്തേഡിൽ അങ്ങനെ ചെയ്യത്തില്ല. എന്ത് ചെയ്യണം? നമ്മൾ അഡീഷണൽ ആയിട്ട് രണ്ട് വേരിയബിൾസ് ആഡ് ചെയ്യാം. ഒന്നെങ്കിൽ സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾ എന്ത് ചെയ്യുക? ഡിഡക്ട് ചെയ്യുക. ഈ രണ്ട് വേരിയബിൾസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിംപ്ലക്സ് മെത്തേഡിൽ ആ സൊല്യൂഷനെ ഈക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത്. ചുമ്മാ നമുക്ക് കൊണ്ട് ഈക്വൽ സൈൻ മാറ്റിയിടാൻ പറ്റത്തില്ല. ഇവിടെ ഈക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ സ്ലാക്ക് വേരിയബിളോ സർപ്ലസ് വേരിയബിളോ നമ്മൾ യൂസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഇനി എന്താണ് സ്ലാക്ക് വേരിയബിൾ? സ്ലാക്ക് വേരിയബിൾ ഓർത്തു വെക്കാൻ ഞാൻ പറഞ്ഞു. ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ 100 രൂപ തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 100 രൂപ തന്നിട്ടുണ്ട്. ഈ 100 രൂപയിൽ നമ്മൾ ചെലവാക്കിയത്, നമ്മൾ ഒരു ഇന്ന് ചോറുണ്ടത് 60 രൂപയും ബാക്കി ഒരു 20 രൂപയ്ക്ക് ബാക്കി 20 രൂപ 30 രൂപ നമ്മൾ ഓട്ടോ കൂലിയും കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 10. അപ്പൊ ഇവിടെ ശരിക്കും 60 + 30 നമുക്ക് എത്രയേ വരുന്നുള്ളൂ? 90 വരുന്നുള്ളൂ. എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 നമ്മൾ ഉപയോഗിക്കാത്ത ഒരു 10 രൂപ അവിടെ ഉണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അവിടെ ഉപയോഗിക്കാത്ത ഒരു 10 രൂപയുണ്ട്. അതാണ് ശരിക്കും നമ്മുടെ സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഈക്വൽ സൈനിലേക്ക് അല്ലെങ്കിൽ ഈക്വാളിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാറ്റി ഈക്വാളിറ്റിയിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ നമ്മളുടെ അപ്പൻ ഒരു 100 രൂപ തന്നു. ആ 100 രൂപയിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിൽ നമ്മൾ ചെലവാക്കിയത് 60 രൂപ രാവിലെ ഫുഡ് കഴിച്ചു. നമ്മൾ എന്ത് ചെയ്തു? 30 രൂപ ഓട്ടോ കൂലി കൊടുത്തു. അപ്പൊ ഇതിപ്പോ ഈക്വൽ ആണോ? ഇതിന് ഈക്വൽ ആണോ? അല്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഇവിടെ കുറവ്, ഇത് ഇങ്ങോട്ടായിരിക്കുന്നത്, തിരിഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ കുറവ്, ഇവിടെ കൂടുതലാണ്. അപ്പൊ 100 രൂപയ്ക്കും കുറവ് മാത്രമേ നമ്മൾ ചെലവാക്കിയിട്ടുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? അതിന് ഈക്വൽ ആക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 60 രൂപ ഫുഡ് കഴിച്ചത്, ഓട്ടോ കൂലി കൊടുത്ത് 30 രൂപ പ്ലസ് ബാലൻസ് 10 രൂപയും കൂടെ കൂട്ടിയാൽ മാത്രം, അതായത് അപ്പൊ എന്താണ്? ആ 10 രൂപ എന്ന് പറഞ്ഞ അൺയൂസ്ഡ് റിസോഴ്സ് ആണെന്ന് ഓർത്ത് വെക്കാം. എന്താണ്? ഞാൻ ഉപയോഗിക്കാത്ത പൈസ, അൺയൂസ്ഡ് റിസോഴ്സ് ആണ്. അപ്പൊ അതും കൂടെ കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ 100 രൂപ ഫുൾ ആകുന്നത്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്, അല്ലെങ്കിൽ ഈ 100 രൂപയ്ക്ക് ഈക്വൽ ആകുന്ന ഓർത്ത് വെക്കാം. അപ്പൊ ഏതാണ് സ്ലാക്ക് വേരിയബിൾ? എപ്പോഴാണ്? ഇഫ് എ കൺസ്ട്രെയിന്റ് ഹാസ് എ സൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ആ സ്റ്റേറ്റ്മെന്റിനെ പിടിച്ച് നമ്മൾ, അല്ലെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് ഈക്വൽ ആക്കുക, അല്ലെങ്കിൽ ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്യുന്നതാണ് ഈ പറയുന്ന സ്ലാക്ക് വേരിയബിൾ. നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. എല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തേത് സർപ്ലസ് വേരിയബിൾ. അങ്ങനെയാണെങ്കിൽ സർപ്ലസ് വേരിയബിൾ എന്താണ്? അതായത് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് നമ്മളിപ്പോ ഒരു 10 രൂപ വേറെ എവിടെയെങ്കിലും കടവും കൂടെ മേടിച്ചു.
മീൻസ് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് 40 രൂപയാണ്. 40 രൂപയ്ക്കകത്ത് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ 50 രൂപ നമ്മൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ഓവർ ദ റെക്യോർഡ് ലെവൽ, അതായത് ബിസിനസ്സിന് ലഭ്യമായിരുന്ന 40 ആയിരുന്നു, നമ്മൾ അതിൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, S2 അതായത് ഓവർ ദ റെക്യോർഡ് ലെവൽ ഉണ്ട്, അത് എന്ത് ചെയ്യണം, കുറയ്ക്കണം. കുറവുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ആഡ് ചെയ്തു. ഇവിടെ കൂടുതലാണ് നമ്മൾ ചെലവാക്കിയിരിക്കുന്നത്, അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. നമ്മൾ എത്രയാണ്, അപ്പൊ ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ 40 രൂപയ്ക്ക് ഈക്വൽ ആകുന്നത്. ഇത്രയേ ഉള്ളൂ. എപ്പോഴായിരിക്കും അപ്പം, ഇഫ് എ കൺസ്ട്രെയിന്റ് ഹാസ് എ സൈൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ദെൻ ഓർഡർ ടു മേക്ക് ആൻ ഈക്വാലിറ്റി. അതിനെ ഈക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിൽ കിടക്കുന്നതിനെ പിടിച്ച് ഈക്വാലിറ്റിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഏത്, സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞു, നമ്മൾ LPP സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് സിംപ്ലക്സ് മെത്തേഡ്. സിംപ്ലക്സ് മെത്തേഡിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് 2ൽ കൂടുതൽ വേരിയബിൾസ് വരുമ്പോൾ നമ്മുടെ ഗ്രാഫിക് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് വെച്ചിട്ട് നമുക്ക് LPP സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ 2 വേരിയബിൾസോ അതിൽ കൂടുതലോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മുടെ സിംപ്ലക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഗ്രാഫിക്കൽ മെത്തേഡിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താണ്, ഇൻഈക്വാളിറ്റി മാറ്റി ഈക്വൽ സൈൻ ഇട്ട് കൊടുത്താൽ നമുക്ക് സോൾവ് ചെയ്യാമായിരുന്നു. പക്ഷേ ഈ പറയുന്ന സിംപ്ലക്സ് മെത്തേഡ് നമുക്ക് അങ്ങനെ ചെയ്യത്തില്ല. നമ്മളൊരു ഒന്നെങ്കിൽ സ്ലാഗ് വേരിയബിൾസ് ആഡ് ചെയ്യണം, ഇല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾ നമ്മൾ എന്ത് ചെയ്യണം, സബ്സ്ട്രാക്ട് ചെയ്യണം. ഇത് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് LPP സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ സ്ലാഗ് വേരിയബിൾ എന്താണെന്ന് ഓർത്തോണം. എവിടെയെങ്കിലും അതൊരു ഇൻഇക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കിടക്കുന്നെങ്കിൽ, ആ ഒരു കൺസ്ട്രെയിൻ അത് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഒരു വേരിയബിൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അതായത് അൺയൂസ്ഡ് ആയിട്ടുള്ള റിസോഴ്സിനെ പിടിച്ച് ആഡ് ചെയ്യും. അപ്പൊ അത് ഈക്വൽ ആയി. രണ്ടാമത് സർപ്ലസ് വേരിയബിൾ ആണെങ്കിൽ ഓവർ ദ റെക്യോർഡ് ലെവൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, ആ ഉപയോഗിച്ച് നമ്മൾ കുറയ്ക്കും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഈക്വാലിറ്റി ആകുന്നത്. അത് എപ്പോഴും ഓർത്തോണം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇനി സിംപ്ലക്സ് മെത്തേഡിൽ നമ്മളറിയാം, നമ്മൾ പല സ്റ്റെപ്സിലൂടെ കടന്നു പോയിട്ടാണ് നമ്മളൊരു ഫീസിബിൾ സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇപ്പൊ സ്ലാഗ് വേരിയബിൾ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ സർപ്ലസ് വേരിയബിൾ ഇങ്ങനെയൊക്കെ കറക്റ്റ് ചെയ്ത് ഒരു ടേബിൾ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ LPP ഇവിടെ സോൾവ് ചെയ്യുന്നത്. ആ പ്രിപ്പയർ ചെയ്യുന്ന ടേബിളിന്റെ പേര് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോണം, സിംപ്ലക്സ് ടേബിൾ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു, സ്ലാഗ് വേരിയബിൾ ഈസ് യൂസ്ഡ് ഇൻ LPP ഫോർമുലേഷൻ വെൻ ദ കൺസ്ട്രെയിൻസ് ഹാവ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. കുറവുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുന്ന സാധനമാണ് ഈ സ്ലാഗ് വേരിയബിൾ എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൂടുതൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കുന്ന സാധനമാണ് ഈ പറയുന്ന നമ്മുടെ സർപ്ലസ് വേരിയബിൾ എന്ന് പറയുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് നമ്മൾ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോന്നും നോക്കാം. ഹംഗേറിയൻ മെത്തേഡ് നമ്മൾ പറഞ്ഞു. ഹംഗേറിയൻ മെത്തേഡ് ആണെങ്കിൽ അസൈൻമെന്റ് സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡിന്റെ പേരാണ്. അസൈൻമെന്റ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന, അതായത് എവിടെ അസൈൻ ചെയ്യണം എന്നറിയാനായിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹംഗേറിയൻ മെത്തേഡ്. വോഗൽ അപ്രോക്സിമേഷൻ മെത്തേഡ് ആണെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് തന്നെ നമുക്കറിയാം. LPPയുടെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് 2 മെത്തേഡ്സ് നമുക്കുണ്ട്. ഏതൊക്കെയായിരുന്നു, ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ അല്ലെ, ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനും ദെൻ അതുപോലെ തന്നെ നമ്മളുടെ മെത്തേഡ് ഫോർ ഒപ്റ്റിമൽ സൊല്യൂഷനും രണ്ടും ഉണ്ട്. ഇതിനകത്ത് ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷന്റെ ഉള്ളിൽ വരുന്ന ഒരു മെത്തേഡാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാനൊന്നുമില്ല, ജസ്റ്റ് ഈ പേരുകൾ ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടെ ഓർത്ത് വെച്ചോണം. നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളുടെ LPPയുടെ ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി ഇത് നമുക്ക് 2 രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് അല്ലെങ്കിൽ 2 മെത്തേഡാണ് ഇതിന് മെയിൻ ആയിട്ടുള്ളത്. ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനും ദെൻ അതുപോലെ തന്നെ മെത്തേഡ് ഫോർ ഒപ്റ്റിമൽ സൊല്യൂഷനും. അതിൽ ഇനിഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷനകത്ത് വരുന്ന 3 മെത്തേഡ്സ് ഉണ്ട്. ഇനി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് NWCM, ലോവസ്റ്റ് കോസ്റ്റ് എൻട്രി മെത്തേഡ് LCEM, ദെൻ ഇത് കൂടാതെ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് WAM. എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ശരിക്കും നമ്മൾ ഈ ക്വസ്റ്റിൽ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഏതുമായിട്ടായിരുന്നു, ട്രാൻസ്പോർട്ടേഷന്റെ മെത്തേഡ്, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. ഇനി അടുത്തത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, എന്താണ്, നെറ്റ്വർക്ക് അനാലിസിസിനകത്ത് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന 2 മെത്തേഡ്സ്. ടു മോസ്റ്റ് ഫ്രീക്വന്റ്ലി നെറ്റ്വർക്ക് അനാലിസിസ് നമുക്കറിയാം എന്നല്ലേ, നമ്പർ ഓഫ് ടെക്നിക്സ് ഫോർ പ്ലാനിങ് ആൻഡ് കൺട്രോൾ. കോംപ്ലക്സ് പ്രോജക്ട്സ് പ്ലാൻ ചെയ്യാനും കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് നെറ്റ്വർക്ക് അനാലിസിസ്. എത്ര സമയത്തിനുള്ളിൽ എത്ര എമൗണ്ടിൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ 2 മെത്തേഡാണ് മെയിൻ ആയിട്ട് വരുന്നത്. പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്, ദെൻ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് CPM. ഈ 2 മെത്തേഡാണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഏതാ കിടക്കുന്നത്, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡാണ് നമ്മളുടെ നെറ്റ്വർക്ക് അനാലിസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ കാണാത്തവരാണ് മോണ്ടെ കാർലോ മെത്തേഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ മെത്തേഡ് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ് എന്നാണ് ആ മെത്തേഡിന്റെ പേര് തന്നെ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? നമ്മൾ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാണ്, ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്.
ഇംപ്ലിമെന്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരു 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ആ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ ഇത്ര പ്രോഫിറ്റ് കിട്ടും അല്ലെ, ഇത്രയായിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻകം എന്നൊക്കെ മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്റ്റഡി നടത്തി അതിനകത്തെ ഓരോ സ്പെസിഫിക് പാരാമീറ്റേഴ്സും ദെൻ എക്സോജനസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വേരിയബിളും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വേരിയബിളും ഒക്കെ മാക്സിമം മനസ്സിലാക്കി നമ്മൾ അതിന്റെ എല്ലാ ചാൻസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നത്. പക്ഷെ എപ്പോഴും നമുക്ക് അതിനകത്ത് പ്രോബ്ലംസ് വരാം, അല്ലെ ഫ്യൂച്ചർ ആണ്, അൺസർട്ടൺ ആണ്, അവിടെ മിസ്റ്റേക്സ് വരാം. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും, പ്രോബബിലിറ്റി, അതായത് നമ്മളിങ്ങനെ പറയല്ലേ ഇപ്പം ഇത്ര തവണ നമ്മൾ ആ കോയിൻ ടോസ് ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ അതിനകത്ത് മാക്സിമം എത്ര തവണ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ഹെഡ് വരാം, ടെയിൽ വരാം. ഇതുപോലെയാണ് നമ്മൾ ചാൻസ് ഓഫ് സക്സസ് ഇങ്ങനെ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുവാണ്. അതായത് നമ്മൾ ഈ സിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും നമ്മുടെ യഥാർത്ഥത്തിലുള്ളതിനെ അല്ലെ, യഥാർത്ഥത്തിലുള്ളതിന്റെ ഒരു എന്താണ് ഒരു മോഡൽ, അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ളതിന്റെ അതേ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് നോക്കുവാണ്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ ഇപ്പൊ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ ആ CPR കൊടുക്കും നമ്മൾ ചെയ്ത് പഠിക്കുവാണ് അല്ലെ. അല്ലെങ്കിൽ ഇപ്പം ഗ്യാസിന്റെ ലീക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ സിമുലേഷനിലൂടെ നമ്മളെ കാണിച്ചു തരും. അപ്പൊ അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ ഈ സിമുലേഷൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഈ പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുവാണ്, അല്ലെങ്കിൽ മാക്സിമം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതിന്റെ പ്രോബബിലിറ്റി, അതായത് ഇങ്ങനെ ഒരു അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ പ്രൊജക്റ്റിൽ എന്ത് സംഭവിക്കാം എന്ന്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, മാക്സിമം മാറ്റം വരുത്താൻ പറ്റും, അല്ലെങ്കിൽ അതിന്റെ ചാൻസ് നമ്മളിങ്ങനെ എക്സ്പീരിയൻസ് നോക്കുവാണ്. ഒരു സിമുലേഷൻ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഒറിജിനൽ സിസ്റ്റത്തിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് അതിന്റെ മാക്സിമം ട്രൈ ചെയ്യുവാണ്. ഇവിടെ എന്തുമാത്രം പ്രോബബിലിറ്റി ഉണ്ട്, ഈ ഒരു സംഭവിക്കാൻ എത്രമാത്രം ചാൻസ് ഉണ്ട്, എന്നിട്ട് അതിന്റെ മാക്സിമം റിസ്ക് കുറച്ച്, അല്ലെങ്കിൽ അതിന്റെ മാക്സിമം നമ്മൾ ആ ഒരു പ്രോബബിലിറ്റി കൺസിഡർ ചെയ്തുകൊണ്ട് ആ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ല മെത്തേഡാണ് മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് ഇതിനെ വിളിക്കുന്നത് തന്നെ, ഇറ്റ്സ് എൻ എക്സ്പെരിമെന്റ് ഓൺ ചാൻസ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ നമ്പർ ഓഫ് ടൈം ഈ ഒരു കാര്യത്തെ നോക്കി മാക്സിമം അതിന്റെ ആ ഒരു അൺസർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമാണ് മോണ്ടെ കാർലോ സിമുലേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നമ്മളിത് കണ്ടതാണ്. മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. മാനേജ്മെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നു വെൻ ആൻ ഇൻഡിവിജ്വൽ പെർസ്യൂ ഹിസ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് മാനേജ്മെന്റ് ഹാസ് നോ ഓപ്പറേഷണൽ മീനിങ്. പറയാവോ? ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. മാനേജ്മെന്റ് എന്താണ്? പ്രോസസ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, പ്രോസസ് ഓഫ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ആണ്. വെൻ ആൻ ഇൻഡിവിജ്വൽ പെർസ്യൂ ഹിസ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് മാനേജ്മെന്റ് ഹാസ് നോ ഓപ്പറേഷണൽ മീനിങ്. അല്ലെ, ഒരു ഇൻഡിവിജ്വലിന്റെ അയാളുടെ, അതായത് ഇവിടെ ശരിക്കും ഒരു വ്യക്തി ആണ് എല്ലാം, അതായത് ഒരു മാനേജ്മെന്റ് ഒക്കെ അവിടെ ഉണ്ട്. പക്ഷെ ഒരാളുടെ ആഗ്രഹങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെങ്കിൽ അവിടെ ഈ പറയുന്ന മാനേജ്മെന്റിന്റെ ആവശ്യം പോലും വരുന്നില്ല അല്ലെ. അപ്പൊ എന്താണ്, വെൻ ആൻ ഇൻഡിവിജ്വൽ പെർസ്യൂസ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് മാനേജ്മെന്റ് ഹാസ് നോ ഓപ്പറേഷണൽ മീനിങ്. അവിടെ ഒരു എന്താണ്, ഇപ്പൊ ഡമ്മി ആയിട്ട് ഇപ്പം ഒരു നമ്മളുടെ ഗവൺമെന്റ്, അപ്പൊ അവിടെ എല്ലാം തീരുമാനിക്കുന്ന ഒരു ഏകാധിപതിയാണെങ്കിൽ ഇനി ഗവൺമെന്റിന്റെ ആവശ്യം അവിടെ ഉണ്ടോ? ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നമ്മളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പൊ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന അദ്ദേഹമാണെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ ആവശ്യം അവിടെ വരുന്നില്ല അല്ലെ. എല്ലാം തീരുമാനിക്കാൻ ഒറ്റ ആൾ മതി. അപ്പൊ അവിടെയാണ് ശരിക്കും ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് അകത്ത് ഒന്നാമത്തെ കറക്റ്റ് ആണ്, രണ്ടാമത്തേത് എന്താണ്, റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പുറത്തു വെച്ചാൽ മാനേജ്മെന്റിന്റെ ഒരു പ്രോസസ് ആണ് അല്ലെ. നമ്മൾ പ്ലാനിങ് നടക്കുന്നു, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഇതിന്റെ ഒരു പ്രോസസ് ആണ്. ദെൻ ഒരാൾ മാത്രമല്ല, എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ ഇതാണ് ശരിക്കും മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത്, ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ റിലേറ്റീവ് നോട്ട് ആബ്സല്യൂട്ട്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ യൂണിവേഴ്സലി അപ്ലൈഡ് സ്റ്റാൻഡേർഡ്. ഇതിൽ ഏതാണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളത്? ഫസ്റ്റ് വൺ കറക്റ്റ് ആണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ആണ്, അബ്സല്യൂട്ട് ഒന്നും അല്ല. നമുക്കറിയാം, നമ്മളിങ്ങനെ പറയും എന്താണ്, മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ സയൻസ് ആണ് എന്നൊക്കെ പറയാം. പക്ഷെ അവിടുത്തെ നമ്മൾ പഠിക്കുന്നുണ്ട് പ്യോർ സയൻസ് അല്ല. അപ്പൊ എന്താണ്, ഇപ്പം റിലേറ്റീവ് ആയിട്ടുള്ളത് മാത്രമാണ്. അല്ലാതെ നമുക്ക് ഇതിനെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഏതാണോ സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷൻ, അല്ലെങ്കിൽ നമ്മുടെ നീഡിനനുസരിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അല്ലാതെ ഇങ്ങനെ തന്നെ ഇപ്പം നമ്മളിപ്പോൾ വാട്ടർ എടുക്കുവാണ്, വാട്ടറിനകത്ത് H2O അല്ലെ, 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. അത് ആബ്സല്യൂട്ട് ആണ് അല്ലെ, അബ്സല്യൂട്ട് ആണ്. പക്ഷെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ യൂണിറ്റി ഗവൺമെന്റ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രിൻസിപ്പിൾ എടുക്കുന്നു, അത് എല്ലായിടത്തും അങ്ങനെ തന്നെ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ നമ്മൾ പറയുമ്പോൾ പോലും അതേപോലെ തന്നെ ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്താൽ, ഇതെങ്കിൽ H2O കൂട്ടിയാൽ വെള്ളം കിട്ടും എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ എടുത്ത് ഈ ലോകം മുഴുവൻ അപ്ലൈ ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച് എല്ലായിടത്തും ഒരേ റിസൾട്ട് കിട്ടണമെന്നോ, എല്ലാ ഓർഗനൈസേഷനിലും ഒരു റിസൾട്ട് കിട്ടണമെന്നോ ഒരു നിർബന്ധവും ഇല്ല. ഇനി നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ രണ്ടാമത്തെയാണ് യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ. ആ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് യൂണിവേഴ്സലി അപ്ലൈഡ് ആണ് അല്ലെ, എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, ഏത് സ്ഥാപനത്തിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റും, ഏത് ബിസിനസ്സിലും, ഏത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലും, എവിടെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഏത് ഓർഗനൈസേഷനിലും പറ്റും. പക്ഷേ ദേ ആർ നോട്ട് യൂണിവേഴ്സലി അപ്ലൈഡ് സ്റ്റാൻഡേർഡ് അല്ല. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ
ഫിക്സഡ് റൂൾ ആണ്, അതിന് ഒരു മാറ്റവും വരാതെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇവിടെ എങ്ങനെയാണോ അല്ല, ഇത് ശരിക്കും ഫ്ലെക്സിബിൾ ആണ് അല്ലെങ്കിൽ റിലേറ്റീവ് ആണ്. എപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ തന്നെ ഇത് തന്നെ അല്ലെ ഇങ്ങനെ ചെയ്താൽ ഇത് തന്നെ. ഇപ്പൊ പാരസെറ്റാമോൾ കഴിയും, പനിക്ക് പാരസെറ്റാമോൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു കറക്റ്റ് ഡോസ് ഒന്നും ഇവിടെ കൊടുക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല. ഒരു റിജിഡ് സ്റ്റാൻഡേർഡ് ഒന്നും അല്ല നമ്മൾ ഈ പറഞ്ഞ ഈ നമ്മളുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തത് ഷോർട്ട് ടൈം അസറ്റ് മിക്സ് ഡിസിഷൻ ഈസ് ഓൾസോ നോൺ ആസ്. ഷോർട്ട് ടൈം അസറ്റ് മിക്സ് ഡിസിഷൻ ഈസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. ഷോർട്ട് ടൈം അസറ്റ് മിക്സ് ഡിസിഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും? വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. കാരണം നമുക്കറിയാം ഷോർട്ട് ടൈം അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ്സ് ദാറ്റ് വിൽ ബി കൺവേർട്ട് ഇൻ ടു ക്യാഷ് വിത്തിൻ 1 year. ഒറ്റ വർഷത്തിനുള്ളിൽ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ ഷോർട്ട് ടൈം അസറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് ടൈം അസറ്റ് മിക്സ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഇൻവോൾവ് മാനേജിംഗ് ദ ലെവൽ ഓഫ് ക്യാഷ്, ഇൻവെന്ററി, റിസീവ്സ് ആൻഡ് കറന്റ് അസറ്റ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഷോർട്ട് ടൈം അസറ്റ് മിക്സ് ഡിസിഷൻ. ഇറ്റ്സ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഡിസിഷൻ. ഷോർട്ട് ടൈം അസറ്റ് മിക്സ് ഡിസിഷൻ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഡിസിഷൻ രണ്ടും സെയിം ആണ്. ഇവിടെ ഓർത്തോണം, ഷോർട്ട് ടൈം അസറ്റ് മിക്സ് ഡിസിഷൻ ഈസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. അടുത്തത് by giving ownership rights through the stock option to managers will mitigate. നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു ബിസിനസിനെ സംബന്ധിച്ചോളം ബിസിനസിന്റെ ഓണേഴ്സ്, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓണേഴ്സ്. ദെൻ രണ്ടാമത് ബിസിനസ് ഈ ഓണേഴ്സ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന അവരുടെ കാര്യങ്ങൾ നമുക്കറിയാം. ഒരു ലക്ഷം ഓണേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അതിന് 1,00,000 പേരോട് ഒരുമിച്ച് ബിസിനസിനെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അവർക്ക് ഒരു ബോർഡ് ഓഫ് മാനേജ്മെന്റിനെ വെച്ചു അല്ലെങ്കിൽ ഒരു 10 പേരടങ്ങുന്ന ഒരു മാനേജ്മെന്റിനെ ഇവർ പുറത്തുനിന്ന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ബിസിനസിനെ ഉണ്ടാവും. അപ്പൊ ഇവർക്ക് എന്താണ്? ഇവരുടെ ഷെയർസിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യണം, ഇവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് എന്താണ് ലക്ഷ്യം? ഇവർക്ക് ചിലപ്പോൾ അതൊന്നും ആയിരിക്കണം എന്നല്ല ലക്ഷ്യം. അപ്പൊ ഇവരുടെ ലക്ഷ്യവും തമ്മിൽ കോൺഫ്ലിക്ട് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഈ ഇൻട്രസ്റ്റ് കോൺഫ്ലിക്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇവരുടെ ഈ ഒരു ഇൻട്രസ്റ്റ് കോൺഫ്ലിക്ട് ഉണ്ടാവാതെ ഇവരുടെ ഒബ്ജക്റ്റീവ് തന്നെ അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യം തന്നെ, ഇവരുടെ ലക്ഷ്യം മാനേജ്മെന്റിന്റെ ലക്ഷ്യം, ഓണേഴ്സിന്റെ ലക്ഷ്യം തന്നെ മാനേജ്മെന്റ് ലക്ഷ്യം ആയി മാറണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഇവിടെ നമ്മൾക്ക് സ്റ്റോക്ക് ഓപ്ഷൻ മാനേജേഴ്സിന് അല്ലെങ്കിൽ ഓണർഷിപ്പ് റൈറ്റ് ത്രൂ സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയുന്നത് മാനേജേഴ്സിന് ഷെയർസ് പ്രൊവൈഡ് ചെയ്യുക. അതായത് അവർക്ക് ബോണസ് ആയിട്ടോ കൊടുക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ കൊടുക്കേണ്ട എമൗണ്ടുകളൊക്കെ സ്റ്റോക്ക് ആയിട്ട് ഈ പറയുന്ന ഷെയറുകളായിട്ട് കൊടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും ഓട്ടോമാറ്റിക് ആയിട്ട്. കാരണം ഇവർ നന്നായിട്ട് വർക്ക് ചെയ്ത് ബിസിനസ് നന്നായിട്ട് പോയാൽ ഇവരുടെ ഷെയറിന്റെ വാല്യൂ തന്നെയാണ് കൂടുന്നത് അല്ലെങ്കിൽ ഇവരുടെ പ്രോഫിറ്റ് തന്നെയാണ് കൂടുന്നത്. സോ അവിടെ ഏറ്റവും നല്ല മാർഗമാണ് അല്ലെങ്കിൽ ഈ 2 പേരുടെയും ഇൻട്രസ്റ്റ് ഒരുപോലെ കൊണ്ടുപോകാൻ by providing managers with the ownership rights through stock option. സ്റ്റോക്ക് ഓപ്ഷനുള്ള ഓണർഷിപ്പ് റൈറ്റ്സ് മാനേജേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ കമ്പനി സെൽഫ് അലൈൻ മാനേജേഴ്സ് ഇൻട്രസ്റ്റ് വിത്ത് ദോസ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റും മാനേജേഴ്സിന്റെ ഇൻട്രസ്റ്റും ഒരുപോലെ അലൈൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ ഇവിടെയാണെങ്കിൽ ബൈ ഗിവിംഗ് ഓണർഷിപ്പ് റൈറ്റ് ത്രൂ സ്റ്റോക്ക് ഓപ്ഷൻ ടു മാനേജേഴ്സ് വിൽ മിറ്റിഗേറ്റ്. എന്താണ് കുറയ്ക്കുന്നത്? അതായത് ഏജൻസി പ്രോബ്ലം എന്ന് പറയുന്നത് 2 പേരുടെ ഇൻട്രസ്റ്റ് ഡിഫറെന്റ് ആകുമ്പോഴാണ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഏജൻസി പ്രോബ്ലം. ഇവരാണ് ഏജന്റ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഓണേഴ്സിന്റെ ഏജന്റ് ആണ്, ഓണേഴ്സിന് വേണ്ടി ബിസിനസ് റൺ ചെയ്യുന്നവരാണ്. അപ്പൊ ഈ ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവർക്കും കുറെ ഷെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവരും ആരായി? ഓണറായി. അപ്പൊ ഇവരുടെ ഇൻട്രസ്റ്റും സെയിം ആകും. അപ്പൊ ഇവിടെ നമുക്ക് ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓൾ ഓഫ് ദീസ് ആണ്. കാരണം ഏജൻസി പ്രോബ്ലം, അതായത് ഇവർക്കും ഷെയർ കൊടുത്താൽ ഏജൻസി പ്രോബ്ലം ഈ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഗോൾ കോൺഫ്ലിക്ട് ഇത് രണ്ടും ഗോൾ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മാനേജേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഇത് നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഏജൻസി കോസ്റ്റ്, അതായത് അവർക്ക് പൈസയായിട്ട് കൊടുക്കുന്നതിന് പകരം എന്ത് കൊടുത്താൽ മതി? ഷെയർ ആയിട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇത്രയും കാര്യങ്ങളും ഇതിനകത്ത് വരുന്നതാണ്. വാട്ട് ഡസ് ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ മീൻ? എന്താണ് ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഏതാണ് ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ? അത് നമുക്ക് 2 ടേമുകൾ ഓർത്തിരിക്കണം. present value of an annuity, the reciprocal of present value of an annuity factor. എന്താണ് present value of annuity factor എന്ന് പറഞ്ഞാൽ നമുക്കറിയാം the amount that tells you how much future cash flow is worth today. നമുക്ക് ഭാവിയിൽ കിട്ടാൻ ഇപ്പൊ നമ്മളൊരു 10,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കിട്ടുന്ന എമൗണ്ടിന്റെ ഇന്നത്തെ വാല്യൂ എത്രയാണ് അല്ലെ? ഇന്നത്തെ വാല്യൂ എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ നോക്കുന്നതാണ് പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് റെസിപ്രോക്കൽ ഓഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി എന്ന് പറയുന്നത്? ആനുവിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ് ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ CRF എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഒരു 10,000 കോടി രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് എത്ര ഫിക്സഡ് പേയ്മെന്റ് നടത്തിയാൽ അല്ലെങ്കിൽ എത്ര വെച്ച് മന്ത്ലി പേയ്മെന്റ് നടത്തിയാലാണ് നമുക്ക് ആ എമൗണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്ര വെച്ച് നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും. ഇതറിയാനായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ന്യൂമറിക്കൽ റേഷ്യോ ആണ് ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ എന്ന് പറയുന്നത്. ഓർത്തു വെക്കുക,
Then ഇവിടെ മനസ്സിലാക്കാനായിട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ആൻ ആനുവിറ്റി PV എന്നാണ്. പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി അല്ലെങ്കിൽ PV, അതായത് ടോട്ടൽ മോണിറ്ററി എമൗണ്ട്. നമ്മൾ ഒരു ബിസിനസ്സിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു 10,000 കോടിയാണെങ്കിൽ അതിന് ഇന്നത്തെ വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ നമുക്ക് അന്ന് കിട്ടാൻ പോകുന്ന മൂല്യത്തിന്റെ ഇന്നത്തെ വാല്യൂ, അതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിന് ഇന്നത്തെ വാല്യൂ എത്രയാണ്, അതാണ് പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ റെസിപ്രോക്കൽ ഓഫ് ദ എമൗണ്ട് പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞ് ന്യൂമറിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ റേഷ്യോ ആയിട്ടാണ് നമ്മൾ കിട്ടുന്നത്. അതെന്താണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്? ഫൈൻഡ് ദ കറന്റ് വർത്ത് ഓഫ് ദ ഫ്യൂച്ചർ സ്ട്രീം ഓഫ് പേയ്മെന്റ്. ഫ്യൂച്ചർ സ്ട്രീം ഓഫ് പേയ്മെന്റിന്റെ ഇന്നത്തെ മൂല്യമാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന PV യിൽ അനലൈസ് ചെയ്യുന്നതെങ്കിൽ പീരിയോഡിക് പേയ്മെന്റ്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇവിടെ നമ്മൾ 10,000 രൂപയാണ് അല്ലെങ്കിൽ 1 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന്റെ നമ്മൾ എത്ര രൂപ വെച്ച് കറന്റ് ലോൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ലോൺ ആയിട്ട് നമ്മൾ എത്ര വെച്ച് പേയ്മെന്റ് നടത്തും, പീരിയോഡിക് പേയ്മെന്റ് എത്ര വെച്ച് നടത്തേണ്ടത്, ഒരു ഇയറിൽ നമ്മൾ അതിന് എത്ര തിരിച്ചടയ്ക്കണം, അതിന്റെ റേഷ്യോ അല്ലെങ്കിൽ അതിന്റെ ന്യൂമറിക്കൽ ഫാക്ടർ ആണ് ഈ പറയുന്ന റെസിപ്രോക്കൽ ഓഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടർ നമ്മൾ കണ്ടെത്തുന്നത്. ഹൗ മച്ച് ഈസ് ദ ഫ്യൂച്ചർ ഇൻകം സ്ട്രീം വർത്ത് ടുഡേ? അടുത്ത ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പണത്തിന്റെ ഇന്നത്തെ മൂല്യം കണ്ടുപിടിക്കാൻ PV യും ദെൻ എത്ര വെച്ച് നമ്മൾ പേയ്മെന്റ് നടത്തണം, വാട്ട് ഈസ് ദ ആനുവൽ പേയ്മെന്റ് ടു പേ ഓഫ് ദിസ് ലോൺ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് നോക്കും? റെസിപ്രോക്കൽ ഓഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടർ വെച്ച് ചെയ്യും. ഇനി PV തന്നെ പ്രസന്റ് വാല്യൂ തന്നെയാണ് പറയുന്നത്. പക്ഷേ റെസിപ്രോക്കൽ ഓഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടർ ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ ദെൻ ആനുവിറ്റി പേയ്മെന്റ് ഫാക്ടർ. ഓർത്ത് വെച്ചോണം, CRF ഒന്നും ഈ PV ഫാക്ടറിനെ തന്നെ റെസിപ്രോക്കൽ ഓഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടറിനെ തന്നെ ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ എന്നും ആനുവിറ്റി പേയ്മെന്റ് ഫാക്ടർ എന്നും വിളിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ ഏതായിരിക്കും? വാട്ട് ഡസ് ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ മീൻ? റെസിപ്രോക്കൽ ഓഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടർ ആണ്, മറക്കരുത്. ദ റെസിപ്രോക്കൽ ക്യാപിറ്റൽ റിക്കവറി ഫാക്ടർ തന്നെയാണ് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? ഈ പറയുന്ന ആനുവിറ്റി പേയ്മെന്റ് ഫാക്ടർ, റെസിപ്രോക്കൽ ഓഫ് ദ പേയ്മെന്റ് വാല്യൂ ഓഫ് ആനുവിറ്റി ഫാക്ടറും ക്യാപിറ്റൽ റിക്കവറി ഫാക്ടറും സെയിം ആണെന്ന് ഓർത്തോണം. ആനുവിറ്റി പേയ്മെന്റ് അതായത് നമ്മൾ ആനുവൽ ആയിട്ടോ മന്ത്ലി ആയിട്ടോ നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ടിനെ 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് അതിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പോകുന്ന ഇത്ര എമൗണ്ട് ആണ്, അതിന്റെ ഇന്നത്തെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നതാണെങ്കിൽ അത് PV യും ദെൻ അതിന്റെ ഈ 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ആനുവലി അല്ലെങ്കിൽ മന്ത്ലി പേയ്മെന്റ് നടത്തേണ്ടതായിട്ട് വരും, ഇതറിയാനായിട്ട് ഉപയോഗിക്കുന്ന റെസിപ്രോക്കൽ ഓഫ് ദ പ്രസന്റ്. അത് എപ്പോഴും നമുക്ക് ഒരു ന്യൂമറിക്കൽ ഫാക്ടർ അല്ലെങ്കിൽ റേഷ്യോ ആയിട്ടാണ് കിട്ടുന്നത്. അടുത്തത്, വിച്ച് among the following is an example of systematic risk? സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണെങ്കിൽ ബിസിനസിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങളാണ്, അതായത് നമ്മളുടെ മൈക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് റിലേറ്റഡ് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ നമ്മളുടെ ബിസിനസിന്റെ നമ്മുടെ വർക്കേഴ്സിന്റെ സ്ട്രൈക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഓഫ് അൺഡിസേബിൾ പ്രൊഡക്ട്സ്, ലേബർ സ്ട്രൈക്ക്, ഇതൊക്കെ യൂണിയൻ പ്രോബ്ലം, ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതിന് നമ്മൾ വിളിക്കുന്ന അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നാണ്. അപ്പം അത് നമ്മളുടെ മൈക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അതുമൂലം എറൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക്. അതിൽ വരുന്നതാണ് ബിസിനസിന്റെ റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക്. സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിയോണ്ട് ദ കൺട്രോൾ ആണ്, അതായത് നോൺ ഡൈവേഴ്സിഫൈഡ് റിസ്ക് ആണ് അല്ലെങ്കിൽ മാർക്കറ്റ് റിസ്കുകളാണ്. അപ്പം അതെന്ന് പറയുന്നത് മാക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ, മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിൽ വരുന്നതാണ്. ഇപ്പൊ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളായിരിക്കാം, സോഷ്യൽ, എക്കണോമിക്, ഗവൺമെന്റിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് നമ്മളുടെ ഒരു ബിസിനസ്സിനെ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അത് എല്ലാ ബിസിനസ്സുകളെയും അഫക്ട് ചെയ്യുന്നതാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സിസ്റ്റമാറ്റിക് റിസ്ക്? പറയാം. ഓൾ ഓഫ് ദ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതല്ല. ദെൻ ഗവൺമെന്റ് റിപ്പോർട്ട് ടു മാസീവ് ഡെഫിസിറ്റ് ഫിനാൻസിങ്, ഇതൊക്കെ ഗവൺമെന്റിന്റെ ഡിസിഷൻസ് ആണ്. ഇവിടെ ഒന്നും ഒരു ബിസിനസിന് ഇൻഫ്ലുവൻസ് ചെയ്യാണ്ട്. ഇപ്പൊ ഇൻഫ്ലേഷൻ റേറ്റ് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്, മാർക്കറ്റിലെ പണപ്പെരുപ്പം എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിനൊന്നും നമുക്ക് ഡയറക്റ്റ്ലി ഒരു ബിസിനസിനെ പോയി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്ത് ചെയ്യാൻ പറ്റും? അത് വെച്ച് നമ്മളുടെ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാം എങ്ങനെയെങ്കിലും രീതിയിൽ, പക്ഷെ അല്ലാതെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പുറത്തോട്ടും സിസ്റ്റമാറ്റിക് റിസ്കിന് എക്സാമ്പിൾസ് ആണ് മാർക്കറ്റ് റിസ്ക്. ഇപ്പം നമ്മളെ ഫാഷൻ ചേഞ്ച് വരുന്നു, അപ്പൊ അതിനെ പോയി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്ത് റിസ്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്, പർച്ചേസിംഗ് പവർ റിസ്ക്, ഇതൊന്നും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് അല്ല. എന്നാൽ ബിസിനസ് റിസ്ക് ഇന്റേണലി ഉണ്ടാകുന്ന കാര്യങ്ങളാവാം, എക്സ്റ്റേണലി ഉണ്ടാകും. ബിസിനസിന്റെ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ റിസ്ക്, ക്രെഡിറ്റ്, കറൻസി റിസ്ക്, കൺട്രി റിസ്ക്, ലിക്വിഡിറ്റി, അതായത് ബിസിനസ് ഫിനാൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഇവിടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയിലൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അൺസിസ്റ്റമാറ്റിക് റിസ്കിലാണെങ്കിൽ. ഇനി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോണം, സിസ്റ്റമാറ്റിക് റിസ്ക് ആണെങ്കിൽ മാർക്കറ്റ് വൈഡ് റിസ്ക് അഫക്ടിങ് ഓൾ അസറ്റ്സ്, എല്ലാ അസറ്റ്സിനും ഒരുപോലെ, നമ്മളെ മാത്രമല്ല. ഇത് എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ കമ്പനി അല്ലെങ്കിൽ ഇൻഡസ്ട്രി വളരെ സ്പെസിഫിക് ആയിട്ടുള്ളതിനാണ് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുന്നത്. ഇത് ഡൈവേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് റെഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും.
ദെൻ ഇൻഫ്ലേഷൻ, ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച്, ഇതൊക്കെ സിസ്റ്റമാറ്റിക് ആണ്. ഇത് നമുക്ക് അൺസിസ്റ്റമാറ്റിക് റിസ്ക് ആണ്. അടുത്തത് അറേഞ്ച് ദ ബെസ്റ്റ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റി ഇൻ എ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. നമ്മളൊരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഏതൊക്കെ സീക്വൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകാനായിട്ട് പറ്റുന്നത്? ഒന്ന്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡന്റിഫൈ ചെയ്യാം അല്ലെ. ആദ്യം നമ്മൾ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വേണ്ടത് എന്താണ്? നമ്മുടെ ഫ്രണ്ടിൽ ഏതൊക്കെ 10,000 കോടി രൂപയുണ്ട്, അവിടെ നമ്മൾ നമ്മളുടെ മുന്നിലുള്ള മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യാം. അതിനുശേഷം എന്താണ്? ഡെവലപ്മെന്റ് ഓഫ് ഫോർകാസ്റ്റ് ഓഫ് ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ്. ഈ ഓരോ ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സിന്റെയും ബെനിഫിറ്റ്സും കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോർകാസ്റ്റ് ചെയ്യുന്നു. അപ്പം ഏതാണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക് ഏറ്റവും കൂടുതൽ ക്യാഷ് ഫ്ലോ ഉണ്ടാവുന്നത് ഏതാണ്? ഫ്യൂച്ചറിലെ ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ബോത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുണ്ടാവുന്ന എക്സ്പെൻസും ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. then അതിനുശേഷം ഇതിന്റെ നെറ്റ് ബെനിഫിറ്റ് എത്രമാത്രമാണെന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവാലുവേഷൻ ഓഫ് നെറ്റ് ബെനിഫിറ്റ്. ഇത് നമ്മൾ ഫോർകാസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഇതിനാണ് നമ്മൾ അനലൈസ് നോക്കും. ഇതിനകത്ത് ഏറ്റവും നെറ്റ് പ്രസന്റ് അല്ലെങ്കിൽ ഇതിന്റെ നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഒക്കെ ചെയ്ത് വെച്ച് നോക്കിയിട്ട് നമ്മൾ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വയബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് ഏതാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുന്നു. ഇവാലുവേഷന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ഓതറൈസേഷൻ കൊടുക്കുന്നു. നമ്മൾ എത്ര ഇതിന് ക്യാപിറ്റൽ സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ഒരു ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് സെലക്ട് ചെയ്യുകയും അതിന് അപ്രൂവൽ കൊടുക്കുകയും അതിനാവശ്യമുള്ള ഫണ്ട് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് ആണ് കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ പ്രോജക്ട്സ്. കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ പ്രോജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് ഇട്ട് പോവല്ല, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും റിവ്യൂ ചെയ്യുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ നമ്മുടെ മുന്നിലുള്ള മാക്സിമം ഓപ്പർച്യൂണിറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മാക്സിമം ഫോർകാസ്റ്റ്, അതിന്റെ ബെനിഫിറ്റ്സ് ആൻഡ് കോസ്റ്റ് മാക്സിമം ഫോർകാസ്റ്റ് ചെയ്യുന്നു. അതിനെ ഓരോന്നിനെ പിടിച്ച് എന്ത് ചെയ്യുന്നു? നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, അതിന്റെ നെറ്റ് ബെനിഫിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനകത്ത് ബെസ്റ്റ് വൺ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് ഓതറൈസേഷൻ കൊടുക്കുന്നു. അതിന്റെ ഓതറൈസേഷൻ ഫണ്ടിങ്ങും പരിപാടി എല്ലാം നടത്തുന്നു. എന്നിട്ട് നമ്മൾ അവിടെ കൊണ്ട് ഇട്ടിട്ട് പോകത്തില്ല. നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൺട്രോൾ ചെയ്യും അല്ലെങ്കിൽ അതിനെ ഇവാലുവേറ്റ് ചെയ്യും, അതിനെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതാണ് ശരിക്കും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ഓർത്ത് വെച്ചോണം. ഈ സ്റ്റെപ്സിന്റെ ആ ഒരു ഓർഡർ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചോണേ. ഇവിടെയാണെങ്കിൽ ഐഡന്റിഫിക്കേഷൻ തേർഡ് വൺ. ഓക്കെ, ഇതാണ് വരുന്നത്. ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. ഇനി അടുത്താണ് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു സെർട്ടനിറ്റി ഈക്വലന്റ് യൂസ് ആൻഡ് റിസ്ക് അനാലിസിസ്. ഇതാണ് ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു സെർട്ടനിറ്റി ഈക്വലന്റ് യൂസ് ആൻഡ് റിസ്ക് അനാലിസിസ്. ഏതായിരിക്കും? പറയാൻ പറ്റുമോ? എന്താണ് സെർട്ടനിറ്റി ഈക്വലന്റ് എന്ന് പറയുന്നത്? അതായത് നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്തിനാ ശരിക്കും ഈ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്തിനാണ്? പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ റിസ്ക് അല്ലെ, ഒരെണ്ണത്തിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള, അപ്പൊ അതിൽ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ റിസ്ക് നമുക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പൊ ആ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് എപ്പോഴും നമുക്ക് ഒരു ആവറേജ് റിട്ടേൺ വേണ്ട ഒരാളാണെങ്കിൽ റിസ്ക് ഫ്രീ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അയാൾക്ക് അല്ലെ കൂടുതൽ വരുന്നത്. ഈ ഇവിടെ സെർട്ടനിറ്റി ഈക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോച്ച് ഇസ് എ ഗ്യാരണ്ടീഡ് റിട്ടേൺ ദാറ്റ് ദ മാനേജ്മെന്റ് വുഡ് ആക്സെപ്റ്റ് റാദർ ദാൻ ആക്സെപ്റ്റ് ഹയർ. എന്താണ് ഇവിടെ സെർട്ടനിറ്റി ഈക്വലന്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇവിടെ മാനേജേഴ്സിന് വേണ്ടത് എന്താണ്? ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ. എന്ത് വേണം? ഗ്യാരണ്ടീഡ് റിട്ടേൺ ഉറപ്പുവരുത്തണം. അതായത് ഹയർ റിട്ടേണിനേക്കാൾ ഉപരിയായിട്ട് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്താണ്? സെർട്ടനിറ്റി ഈക്വലന്റ് അപ്രോച്ച് ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മളുടെ പോർട്ട്ഫോളിയോ നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന നമുക്ക് നോക്കുന്ന എന്തായിരിക്കും? ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ നമുക്ക് വേണം, ഒരു ഉറപ്പുള്ള വരുമാനം നമുക്ക് വേണം. അപ്പൊ എന്താണ്? അണ്ടർ ദിസ് മെത്തേഡ് റിസ്ക് ഇൻവോൾവ് ഇൻ ദ പ്രോജക്ട് ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ബൈ അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോ ആൻഡ് നോട്ട് ദ ഡിസ്കൗണ്ട് റേറ്റ്. എന്താണ്? അതായത് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പുള്ള, ഫോർ എക്സാമ്പിൾ സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഈ പറയുന്ന ബാങ്ക് ലോൺ ഒക്കെ കിട്ടാനായിട്ടൊക്കെ എളുപ്പമാണ്. കാരണം എന്തുണ്ട്? അവിടെ നമുക്കൊരു ഉറപ്പ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗവൺമെന്റ് ജോലി ഉള്ളവർക്ക് എന്ത് കിട്ടും? പെട്ടെന്ന് ബാങ്ക് ലോൺ കിട്ടും. കാരണം അവർക്ക് അവിടെ നമ്മുടെ ഇൻകത്തിന് സെർട്ടനിറ്റി ഉള്ളത് കൊണ്ട് അവർക്ക് ടെൻഷൻ ഇല്ല, അവർക്ക് ടെൻഷൻ ഫ്രീ ആണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ഇൻകത്തിന് സെർട്ടനിറ്റി ഉണ്ട്, സർട്ടൻ പെർസെന്റേജ് ഓഫ് സെർട്ടനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ്? റിസ്ക് ഫ്രീ ആണ്. കാരണം അവർക്ക് ഈസി ആയിട്ട് ഫണ്ട് ചെയ്യാം. കാരണം അവർക്ക് എന്ത് ചെയ്യും? അവർ ഇൻട്രസ്റ്റ് അടഞ്ഞു പോക്കോളും. അപ്പൊ ഇവിടെ ഇതാണ് സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് അപ്രോച്ച് ഉപയോഗിക്കുന്നിടത്ത്. സെർട്ടൻ എന്ന് വെച്ചാൽ നമുക്ക് ഉറപ്പുള്ള, റിസ്ക് ഫ്രീ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഉറപ്പുള്ള കുറച്ച് വരുമാനം, റിസ്ക് ഇത് എന്ത് ചെയ്താലും ഇത്രയും കിട്ടും. ദെൻ അൺസർട്ടൻ, അപ്പം റിസ്ക് കൂടുന്നതനുസരിച്ചാണ് അൺസർട്ടനിറ്റി കൂടും. അപ്പൊ അൺസർട്ടൻ ആയിട്ടുള്ളതുണ്ട്.
അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ബിസിനസ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സമയത്ത് സെർട്ടനിറ്റി കൂടുതലുള്ളതാണോ അൺസെർട്ടനിറ്റി കൂടുതലുള്ളതാണോ എപ്പോഴും നമ്മുടെ കയ്യിൽ കൂടുതൽ വരുന്നത്? എപ്പോഴും ഏതായിരിക്കും? അൺസെർട്ടൺ ആയിട്ടുള്ളതായിരിക്കും കൂടുതൽ. അപ്പം അതിനെ ഒന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കുറച്ച് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം 60,000 റുപ്പീസ് സെർട്ടനിറ്റി ഉള്ളതും 80,000 എന്ന് പറഞ്ഞ് അൺസെർട്ടനിറ്റി ഉള്ളതുമാണ്. 60,000 ഡിവൈഡഡ് ബൈ 80,000 എത്ര വരും? എത്ര വരും? എത്ര വരും? 0.75 അല്ലേ? 0.75 അല്ലെ? 60,000 എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡിൽ ഓർത്തോണം. നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സെർട്ടൺ എമൗണ്ട് നമുക്ക് എന്തിരിക്കണം? ഗ്യാരണ്ടീഡ് ആയിരിക്കണം. അല്ലെങ്കിൽ സെർട്ടൺ ഗ്യാരണ്ടീഡ് റിട്ടേൺ നമുക്ക് വേണം, ഉറപ്പുള്ളത് വേണം. അതായത് ഇവിടെ അവർ റിസ്ക് എടുക്കാൻ അത്ര താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അവർക്ക് എപ്പോഴും എന്ത് വേണം? ഒരു സെർട്ടൺ എമൗണ്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് തന്നെ വേണം. അതിനാണ് സെർട്ടനിറ്റി ഈക്വലന്റ് അപ്രോച്ചിനകത്ത് മാനേജേഴ്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ബാക്കിയുള്ളത് എന്താണ്? അൺസെർട്ടൺ ആണ്. അപ്പൊ എപ്പോഴും ഓർത്തോണം, ഏറ്റവും കൂടുതൽ എപ്പോഴും വരുന്ന ഏതായിരിക്കും? ഈ അൺസെർട്ടൺ എമൗണ്ട് തന്നെ ആയിരിക്കും. കൂടുതൽ ഏതായിരിക്കും? അൺസെർട്ടൺ എമൗണ്ട് ആണ്. എന്നാൽ നമുക്ക് എന്തുകൂടെ ഉണ്ട്? സെർട്ടനിറ്റി ഉള്ള അല്ലെങ്കിൽ ഗ്യാരണ്ടി റിട്ടേണും ഉണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ പറഞ്ഞു കൂടുതൽ എപ്പോഴും എന്തായിരിക്കും? അൺസെർട്ടൺ തന്നെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പറഞ്ഞു 60,000ഉം 80,000ഉം. ഇനി ഈ പറയുന്ന ഇത് 70,000ഉം അല്ലെങ്കിൽ ഇത് 50,000ഉം ഇത് എത്രയാ നമ്മൾ പറഞ്ഞ ഇത് 80,000ഉം ആണെങ്കിൽ എന്ത് ചെയ്തോണ്ടിരിക്കും? ഈ പറയുന്ന നമ്മളുടെ റിസ്കിന് വേരിയേഷൻ വരുന്നുണ്ടോ? ഉണ്ട് അല്ലെ? സെർട്ടനിറ്റി എങ്ങനെ പോയാലും നിങ്ങൾ ചെയ്ത് നോക്കണം. എപ്പോഴും ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ വേണം. അതായത് സെർട്ടൺ ആയിട്ടുള്ളത് എപ്പോഴും കുറവും അൺസെർട്ടൺ ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും എപ്പോഴും കൂടുതൽ. അതായത് നമ്മളിപ്പോൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മുഴുവൻ അതായത് കൂടുതൽ എമൗണ്ട് ബാങ്കിലല്ല ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? മുഴുവനായിട്ട് നമുക്ക് വിട്ട് കളിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു 30,000 രൂപ എന്ത് ചെയ്തു? ബാങ്കിൽ ഫിക്സഡ് FD ഇട്ടു. ബാക്കിയുള്ളത് എന്ത് ചെയ്തു? നമ്മളുടെ ഷെയർ മാർക്കറ്റ് ഇട്ടേക്കുവാണ്. അപ്പൊ അൺസെർട്ടൺ ആയിട്ടുള്ളത് കൂടുതലും സെർട്ടൺ ആയിട്ടുള്ളത് കുറവുമാണ്. പക്ഷെ നമുക്ക് ഒരു സെർട്ടനിറ്റി വേണ്ടത് കൊണ്ട് നമ്മൾ സെർട്ടൺ പേഴ്സൺ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു സെർട്ടൺ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നതിൽ അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്നതിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ചെയ്ത് നോക്കുമ്പോൾ നോക്കണം, എപ്പോഴും നമുക്ക് ഈ കിട്ടുന്നത് ഈ പറയുന്ന സെർട്ടനിറ്റി ഈക്വലൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്നത് എപ്പോഴും 0 to 1 അതായത് 1ന് താഴെ ആയിരിക്കും. നമ്മൾ എത്ര മാറ്റിയിട്ട് ചെയ്ത് നോക്കിയോ ഇത് കൂടുതലും ഇത് താഴെയും കുറവല്ല എപ്പോഴും വരുന്നത്. അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഏതായിരിക്കും വരുന്നത്? നമുക്ക് ലെസ് ദാൻ 1 ആയിരിക്കും എപ്പോഴും വരുന്നത്. അല്ലെങ്കിൽ 0 to 1ന് ഇടയിലായിരിക്കും നമുക്ക് വരുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോയെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ റിസ്ക് ആയിട്ട് ബന്ധപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ശരിക്കും ചെയ്യുന്നത്. അതായത് നമുക്ക് സെർട്ടൺ ആയിട്ടുള്ള ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺ നമുക്ക് ഇവിടെ കിട്ടണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ബാങ്കിന്റെ ഒക്കെ കേസിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് പെട്ടെന്ന് ലോൺ കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. കാരണം അവിടെ ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഓർത്ത് വെച്ചോണം. ഇനി ഇവിടെ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പൊ സെർട്ടനിറ്റി ഈക്വലന്റ് വേരിയബിൾ അല്ലെങ്കിൽ അത് ഇപ്പൊ സെർട്ടനിറ്റി ഈക്വലന്റ് കൂടുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? നമ്മളുടെ റിസ്ക് കുറയും. ദെൻ മനസ്സിലാവുന്നുണ്ടോ? അതല്ലേ? സെർട്ടനിറ്റി ഈക്വലന്റ് കൂടുന്നതനുസരിച്ച് റിസ്ക് കുറയും. ദെൻ ഇത് കുറയുന്നതനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റിസ്ക് കൂടും. ഇത് സെർട്ടൺ ആയിട്ടുള്ള എമൗണ്ട് കൂടുതലാണെങ്കിൽ അവിടെ എന്തായിരിക്കും? റിസ്ക് നമുക്ക് കുറവായിരിക്കും. സെർട്ടൺ ആയിട്ടുള്ള എമൗണ്ട് കുറവാണെങ്കിൽ റിസ്ക് കൂടുതലായിരിക്കും. ഇതാണ് അതിന്റെ റിലേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറയാം. ഐഡന്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഇസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു സെർട്ടനിറ്റി ഈക്വലന്റ് യൂസ്ഡ് ഇൻ റിസ്ക് അനാലിസിസ്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പറയണേ. ഇത് ഒന്ന് വായിച്ചിട്ട് പറയാം. ആൻസർ പറയാം. Identify the statement which is not true with respect to certain equivalent method in risk analysis. റിസ്ക് അനാലിസിസ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈക്വലന്റ് അപ്രോച്ച് എന്ന് പറയുന്നത്. ആ അപ്രോച്ചിന്റെ പ്രത്യേകതയേ ഉള്ളൂ, നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തും. നമ്മുടെ കയ്യിൽ 10 കോടി ഒരു 1 ലക്ഷം രൂപയുണ്ട്. ആ 1 ലക്ഷം രൂപ നമ്മൾ മുഴുവൻ കൊണ്ടുപോയി നമ്മൾ ഷെയർ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാണ്? ഒരു ഗ്യാരണ്ടി റിട്ടേൺ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെർട്ടൺ പെർസെന്റേജ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യാം? നമ്മൾ സെർട്ടൺ ഇപ്പൊ 30,000 നമ്മൾ FD ഇട്ടു. ബാക്കി എന്ത് ചെയ്തു? ബാക്കി 70,000 നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ അൺസെർട്ടൺ ആയിട്ടുള്ള ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എപ്പോഴും ഓർത്തോണം, അതായത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു സെർട്ടൺ ഇൻകം വേണം, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി റിട്ടേൺ നമുക്ക് വേണം, ഉറപ്പുവരുത്തണം. എന്താണ്? റിസ്ക് ഇൻവോൾവ് ഇൻ ദ പ്രോജക്ട് ഈസ് ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ ബൈ അഡ്ജസ്റ്റിംഗ് ദ എക്സ്പെക്ടഡ് ക്യാഷ് ഫ്ലോ ആൻഡ് നോട്ട് ദ ഡിസ്കൗണ്ട് റേറ്റ്. ഇവിടെ നമ്മൾ എന്താണല്ലോ നോക്കുന്നത്? പ്രോഫിറ്റബിലിറ്റി. ആ ഒരു കാര്യത്തേക്ക് ഉപരിയായിട്ട് നമ്മൾ നോക്കുന്നത് എന്താണ്? നമുക്കൊരു ഗ്യാരണ്ടീഡ് റിട്ടേൺ, പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തായിരുന്നു? കൂടുതൽ നമ്മൾ എന്ത് ചെയ്ത് റിസ്ക് കൂടുന്നതും പ്രോഫിറ്റ് കൂടും നമുക്കറിയാം. അപ്പൊ കൂടുതൽ നമ്മൾ എവിടെ കൊണ്ട് അതായത് ഫുൾ എമൗണ്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്തേനെ? അൺസെർട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഷെയർ മാർക്കറ്റ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തേനെ. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. നമ്മൾ ഒരു സെർട്ടൺ പേഴ്സൺ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്? ഒരു ഗ്യാരണ്ടി റിട്ടേൺ കിട്ടുന്നത് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു.
അപ്പൊ ഇതാണ് നമ്മളുടെ സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ സെർട്ടനിറ്റി എത്രയാണെന്ന് അറിയാനായിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ 1,00,000 രൂപ നമുക്കുള്ളതിൽ 50,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, 40,000 രൂപ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു, ബാക്കി 60,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ 40,000 ഡിവൈഡഡ് ബൈ 60,000 അതാണ് നമ്മളുടെ CEന്റെ റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെർട്ടനിറ്റി ഈക്വലന്റ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എപ്പോഴും ഓർത്തോണം, നമ്മൾ എത്ര പ്രാവശ്യം ചെയ്ത് നോക്കിയാലും നമുക്ക് കിട്ടുന്നത് 0 to 1 അല്ലെങ്കിൽ 1 താഴെ ആയിരിക്കും. കാരണം എന്താണ്, എപ്പോഴും വരുന്നത് എന്തായിരിക്കും, ഈക്വൽ ആയിട്ട് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, സർട്ടൺ ആയിട്ടുള്ള എമൗണ്ട് കുറവായിരിക്കും. സർട്ടൺ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് കുറവും, അൺസർട്ടൺ എമൗണ്ട് ആയിരിക്കും എപ്പോഴും കൂടുതൽ. കാരണം റിസ്ക് കൂടിയാലേ നമുക്ക് എന്തുള്ളൂ, റിട്ടേൺ കൂടുതൽ കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്കൊരു പേടിയുള്ളത് കൊണ്ട് ഒരു സർട്ടൺ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിസ്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഗ്യാരണ്ടി റിട്ടേൺ കിട്ടുന്നിടത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കിട്ടിയോ? ഇനി നമ്മുടെ തന്നെ നോക്കിയേ, ഇപ്പൊ നമ്മളൊരു പല എമൗണ്ട് മാറ്റിയിട്ട് ഇപ്പൊ 1,00,000 തന്നെ ഇത് 10,000, ഇത് 90,000, ഇത് 20,000, ഇത് 80,000 ചെയ്ത് നോക്കിയേ. അപ്പൊ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കും തോറും, റിസ്ക് കൂടുതൽ എടുക്കും തോറും എന്ത് കുറയും, എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത് നോക്കി, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം 2-3 മിനിറ്റ്, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്താണ്, സെർട്ടനിറ്റി എന്ന് പറയുന്നത് കുറയും. റിസ്ക് ഇവിടെ കൂട്ടും തോറും, അതായത് നമ്മുടെ സെർട്ടൺ ആയിട്ടുള്ള എമൗണ്ടിന്റെ അളവ് കുറയുക. ഇനി റിസ്ക് കുറയും തോറും, അതായത് അൺസർട്ടൺ എമൗണ്ടിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു, ഇവിടെ കൂടി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വന്നേ, സെർട്ടനിറ്റി ഈക്വലന്റ് വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് റിസ്ക്. കറക്റ്റ് അല്ലേ? അതായത് റിസ്ക്കും ഈ പറഞ്ഞ സെർട്ടനിറ്റി ഈക്വലും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാ. റിസ്ക് കൂടും തോറും ഇത് എന്ത് ചെയ്യും, കുറയും. ഇത് കുറയും തോറും റിസ്ക് കുറയും തോറും എന്ത് ചെയ്യാണ്, സെർട്ടനിറ്റി ഈക്വലന്റ് കൂടും. ഇനി സെർട്ടനിറ്റി ഈക്വലന്റ് കോയിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 to 1 ഇടയിൽ നിൽക്കത്തുള്ളൂ. നമ്മൾ പല പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഉറപ്പ് വരുത്താൻ പറ്റും. ദെൻ സെർട്ടനിറ്റി ഈക്വലന്റ് വേരീസ് ഡയറക്ട്ലി വിത്ത് റിസ്ക് അല്ല എന്നാണ്, ഇൻവേഴ്സ്ലി വിത്ത് റിസ്ക് ആണ്. ദെൻ സെർട്ടനിറ്റി ഈക്വലന്റ് ഈസ് എ ടെക്നിക് ഓഫ് റിസ്ക് അനാലിസിസ്. അവൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്, റിസ്ക് അനാലിസിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ പറയുന്ന സെർട്ടനിറ്റി ഈക്വലന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പറയാൻ പറ്റും, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഫോർമുല വിച്ച് വൺ ഈസ് യൂസ് ടു മെഷർ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാണ്? അപ്പൊ നമുക്ക് ജസ്റ്റ് പോയി ഒന്ന് ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് നോക്കിയിട്ട് വരാം. എന്താണ് ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത്? എഫക്ട് ഓൺ ദ ഷെയർ ഹോൾഡേഴ്സ് റിസ്ക് റിട്ടേൺ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ദ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ഇതാണ് എഫക്ട് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റിസ്ക് റിട്ടേൺ ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ്. ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൽ ചേഞ്ച് വരുന്നതനുസരിച്ച് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്ക് റിട്ടേണിൽ ഉണ്ടാവുന്ന എഫക്റ്റിനെയാണ് ലിവറേജ് അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി 3 ടൈപ്സ് ഓഫ് ലിവറേജ് ഉണ്ട്. ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ട്, ഓപ്പറേറ്റീവ് ലിവറേജ് ഉണ്ട്, കമ്പൈൻഡ് ലിവറേജ് ഉണ്ട്. അതായത് ഫിനാൻഷ്യൽ ലിവറേജ് അല്ലെങ്കിൽ ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, firm's ability to use fixed financial charges to magnify the effects of the change in EBIT on the firm's EPS. അതായത് നമ്മളുടെ ഇത്രയേ ഉള്ളൂ, ഫിക്സഡ് കോസ്റ്റ് ഫണ്ടുകൾ, അതായത് ഡെപ്റ്റ് ഫിനാൻസിങ് നടത്തുന്നു. ഇൻക്രീസ് ദ റവന്യൂ അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് യൂസിങ് ദ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്. അതായത് നമ്മൾ 1,00,000 രൂപയാണ് നമുക്ക് ഈ വർഷം കിട്ടിക്കുന്ന റിട്ടേൺ. അപ്പൊ നമുക്ക് ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ്, അതായത് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എമൗണ്ട്, ഡെപ്റ്റേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഇനി അടുത്ത വർഷം നമുക്ക് 2,00,000 രൂപയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഓക്കെ ബാക്കിയുള്ള ആർക്ക് എടുക്കാം. അപ്പൊ 1,00,000 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇതാണ് എനി ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ 10,000 രൂപ ആർക്ക് കൊടുത്താൽ മതി, നമ്മളുടെ ഡെപ്റ്റേഴ്സിന് കൊടുത്താൽ മതി. 10,000 രൂപയാണ് നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വർഷം പിറ്റേ വർഷമായപ്പോ 2,00,000 രൂപ കിട്ടി. 2,00,000 രൂപ കിട്ടി എന്ന് പറഞ്ഞ് 20,000 രൂപ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഡെപ്റ്റേഴ്സിന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എത്ര കൊടുത്താൽ മതി? 10,000 തന്നെ കൊടുത്താൽ മതി. അപ്പൊ ശരിക്കും അതിന്റെ ബെനിഫിറ്റ് ആർക്കാണ്? നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്, ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അതായത് നമ്മൾ എന്ത് ചെയ്താണ്, ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റവന്യൂ ഇൻക്രീസ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. എന്താണ്, ഫിക്സഡ് കോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഈ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, റവന്യൂ ഏൺ ബൈ ദ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് ഇസ് മോർ ദാൻ ദെയർ കോസ്റ്റ്. 10,000 രൂപയാണ് ഷെയർ ഹോൾഡർ നമ്മളുടെ ഡെപ്റ്റേഴ്സിന് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഫണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ ബെനിഫിറ്റ് ആണ്. ഇഫ് റവന്യൂ ഏൺ ബൈ ദ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് ഈസ് മോർ ദാൻ ദെയർ കോസ്റ്റ്, then it will be to the benefit of equity shareholders to use such a capital structure. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ, അതായത് നമ്മൾ ഇക്വിറ്റി കുറവും അല്ലെങ്കിൽ ഇപ്പോൾ ഫണ്ടിങ് ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ കൂടുതൽ ഡെപ്റ്റ് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് അവിടെ എന്താണ് എപ്പോഴും ഡെപ്റ്റിൽ ഓർത്തോണം. ഡെപ്റ്റിന്റെ കേസിൽ അവിടെ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ബിസിനസിനെ സംബന്ധിച്ചോളം ആ ഫിക്സഡ് കോസ്റ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ആർക്കാണ്, ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പൊ ഏറ്റവും ഷെയർ ഹോൾഡേഴ്സിന് ബെനിഫിറ്റ് കിട്ടുന്ന ഒന്നാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് എപ്പോഴും ഓർത്തോണം, എന്താണ് ഇത്രയേ ഉള്ളൂ വരുന്നത്.
ഇൻക്രീസ് ദ റവന്യൂ അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ബൈ യൂസിങ് ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യുന്ന വഴി ഈ ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ്, അതായത് EBT. എബിറ്റ് ഡിവൈഡഡ് ബൈ EBT. എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ് ആണ് EBT എന്ന് പറയുന്നത്. അപ്പം ഓർത്തോണം, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഏണിംഗ് ബിഫോർ ടാക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫിനാൻഷ്യൽ ലിവറേജ് കിട്ടും. ഇനി ഇതിനകത്ത് എബിറ്റ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്താണ്? കോൺട്രിബ്യൂഷൻ അല്ലെ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് പറഞ്ഞത് കോൺട്രിബ്യൂഷൻ ആണ്. കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണ് എന്ത്? എബിറ്റ്, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ എബിറ്റ് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എബിറ്റ് ഡിവൈഡഡ് ബൈ EBT ആണ്, അതായത് എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്ത് എബിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? എബിറ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷത്തെ ടോട്ടൽ സെയിൽസ് നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് ചെറിയ പ്രോബ്ലം കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം തിയറി ചോദിച്ചിരിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ആയിരിക്കും അടുത്ത പ്രാവശ്യം വരുന്നത്. അപ്പൊ സെയിൽസ് ഉണ്ടാവും. സെയിൽസിൽ നിന്ന് നമ്മുടെ വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ അത് ചിലപ്പോൾ കോൺട്രിബ്യൂഷൻ ആയിരിക്കും തരുന്നത്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. അപ്പൊ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എബിറ്റ് കിട്ടും. അപ്പൊ എബിറ്റ് ഡിവൈഡഡ് ബൈ അതിന്റെ അകത്ത് ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ എന്താണ്? എബിറ്റ് ഡിവൈഡഡ് ബൈ EBT ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ലിവറേജ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഈ പ്രാവശ്യം നമുക്ക് ഇത് ഇക്വേഷൻ ചോദിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ പ്രോബ്ലം ആയിരിക്കും വരുന്നത്. നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. എബിറ്റ് ഡിവൈഡഡ് ബൈ EBT ആണ്. EBT കണ്ടുപിടിക്കാൻ പ്രശ്നമില്ല, കാരണം അതിനകത്ത് ഇൻട്രസ്റ്റ് മാത്രം കുറച്ചാൽ മതി. അപ്പൊ എബിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പണിയാണ്. എന്ത് ചെയ്യണം? നമുക്ക് സെയിൽസ് ഉണ്ടാവും അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. സെയിൽസ് ഉണ്ടെങ്കിൽ എന്ത്? വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. അപ്പൊ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? എബിറ്റ് കിട്ടും. അങ്ങനെ ഇനി അടുത്ത് നോക്കുന്ന ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റിനകത്ത് എന്താ വന്നേക്കുന്നത്? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. അത് കണ്ടുപിടിക്കാൻ എന്താണ്? പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS, ഏണിംഗ് പെർ ഷെയർ, ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്, അതായത് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതുപോലെ തന്നെ EPS നമ്മൾ റിലേഷൻഷിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കുന്നത്. പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS, അതായത് ഏണിംഗ് പെർ ഷെയർ. അത് തന്നെയല്ലേ നമ്മളിവിടെ കണ്ടത്. എന്താണ് ഏണിംഗ് പെർ ഷെയർ? അതായത് ഇൻക്രീസ് ദ റവന്യൂ അല്ലെങ്കിൽ ഡിക്രീസ് ദ റവന്യൂ യൂസിങ് എ ഫിക്സഡ് കോസ്റ്റ് ഫണ്ട്. ഫിക്സഡ് കോസ്റ്റ് ഫണ്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ എന്താണ് ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് കൂടുകയോ കുറയോ ചെയ്യാം. നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ് കൂട്ടുമ്പോൾ എന്ത് ചെയ്യാണ്? അവരുടെ ഫണ്ട് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്ത് ചെയ്യുന്നു? കൂടുന്നു. കാരണം ഇത് ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS, ഏണിംഗ് പെർ ഷെയർ, ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. എബിറ്റ് എന്ന് പറയുന്നത് ഓർത്തോണം, നമുക്ക് തന്നിട്ടില്ലെങ്കിൽ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഇനി അങ്ങനെയാണെങ്കിൽ എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്? ഫിനാൻഷ്യൽ ലിവറേജ് പറഞ്ഞു ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി ആണ്. അതായത് എന്താണ് ഇത് ചെയ്യുന്ന? എന്താണ് ഫിനാൻഷ്യൽ ഇൻക്രീസ് ദ റവന്യൂ അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് യൂസിങ് ഫിക്സഡ് കോസ്റ്റ് ഡെപ്റ്റ്. അതായത് നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ആ ഒരു ഇൻകം കൂടുന്നു. അതായിരുന്നു നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജിനകത്ത് കണ്ടത്. പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS, ഏണിംഗ് പെർ ഷെയർ, ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് കമ്പനീസ് ഫിക്സഡ് കോസ്റ്റ്, കമ്പയർഡ് ടു ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ്. എന്താണ് ഇവിടെ നോക്കുന്നത്? എന്താണ് ഫിക്സഡ് കോസ്റ്റ് കമ്പയർഡ് ടു ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ്. എന്താണ് ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഫിക്സഡ് അസറ്റ് അല്ല ചോദിച്ചേക്കുന്നത്, ഫിക്സഡ് കോസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? എപ്പോഴും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ ഏതായിരുന്നു? നമ്മൾ റൺ ചെയ്യുന്ന ബിസിനസ് റൺ ചെയ്യുന്ന ബിൽഡിങ്ങിന്റെ റെന്റ് അല്ലെ, അത് എല്ലാ മാസവും എന്താണ് ഒരുപോലെ നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടതാണ്. അതൊരു ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്? മെഷർ ഓഫ് കമ്പനീസ് ഫിക്സഡ് കോസ്റ്റ് കമ്പയർഡ് ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്തു ഏതിനെ? ഫിക്സഡ് കോസ്റ്റിനെ. ഫിക്സഡ് കോസ്റ്റ് സ്റ്റേ ദ സെയിം ഈച്ച് പീരിയഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ആസ് എ പ്രൊഡക്ഷൻ റേറ്റ് ചേഞ്ച്. അതായത് നമ്മൾ ഈ വർഷം അല്ലെങ്കിൽ ഈ മാസം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 10,000 യൂണിറ്റ് ആണ്. 10,000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴും നമ്മൾ ഈ മാസം കൊടുക്കേണ്ട റെന്റ് എന്ന് പറയുന്നത് 1,00,000 രൂപയാണ്. പക്ഷേ നമ്മുടെ വേരിയബിൾ കോസ്റ്റ് എന്തുകൊണ്ടിരിക്കും? വേരി ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. 10,000 യൂണിറ്റ് ആണെങ്കിൽ ആ 10,000-ന് നമ്മൾ 10,000-അനുസരിച്ച് മെറ്റീരിയലും ലേബറും ഒക്കെ വരും. പക്ഷെ ഇനി അത് 20,000 ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പെർ യൂണിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അതെന്താണ്? സ്റ്റേബിൾ ആണ് അല്ലെ, വ്യത്യാസമൊന്നുമില്ല, 15,000 തന്നെയാണ്. പക്ഷെ വേരിയബിൾ കോസ്റ്റ് എന്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓർത്ത് വെച്ചാൽ ഫിക്സഡ് കോസ്റ്റ് സ്റ്റേ ദ സെയിം. അതായത് നമ്മൾ പറഞ്ഞു നമ്മളൊരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മാസം പ്രൊഡ്യൂസ് ചെയ്യുന്ന 10,000 യൂണിറ്റ് ആണ്. 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും 20,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താലും ഈ മാസം നമ്മുടെ ബിൽഡിങ്ങിന് കൊടുക്കേണ്ട റെന്റ് 1,00,000 രൂപയാണ് മാസം റെന്റ് കൊടുക്കണമെങ്കിൽ അതിന് ഒരു മാറ്റവും ഇല്ല. മാറ്റമുണ്ടോ? നമ്മൾ ഈ മാസം പ്രൊഡ്യൂസ് ചെയ്തില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് കൊടുക്കണം.
പക്ഷേ വേരിയബിൾ കോസ്റ്റ് ഈ മാസം നമ്മളൊന്നും പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേരിയബിൾ കോസ്റ്റ് ഇത് നമ്മുടെ ആ പെർ യൂണിറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ ആ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ലേബർ ഒന്നും നമുക്ക് ചിലവാകുന്നില്ല. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ് ആണ്. പക്ഷെ പെർ യൂണിറ്റിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടിരിക്കും ഇത് വേരി ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഡെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് ഫിനാൻഷ്യൽ ലിവറേജ് എങ്കിൽ ഇവിടെ ഫിക്സഡ് കോസ്റ്റ് അതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. എന്താണ് അതായത് ഇവിടെ ഓർത്ത് വെച്ചോണം, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നതാണ് മെഷർ ഓഫ് കമ്പനീസ് ഫിക്സഡ് കോസ്റ്റ് കമ്പയർഡ് ടു ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിൽ എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നതാണ് കമ്പനിയുടെ ഫിക്സഡ് കോസ്റ്റിനെ മെഷർ ചെയ്തുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഇനി അത് കണ്ടുപിടിക്കാൻ എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ്. കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ കോൺട്രിബ്യൂഷൻ തരും ഇല്ലെങ്കിൽ സെയിൽസും വേരിയബിൾ കോസ്റ്റും ആയിരിക്കും. അപ്പൊ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ചെയ്തിട്ട് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക ഡിവൈഡഡ് ബൈ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിനെ കണ്ടുപിടിക്കണമെങ്കിലോ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താൽ മതി. ഇനി ഇവിടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാനായിട്ടാണെങ്കിലോ അവിടെ നമ്മൾ പറഞ്ഞു പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ എബിറ്റ് ആയിരുന്നെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ആണെങ്കിൽ ഇവിടെ നോക്കിയാൽ തിരിഞ്ഞു ചേഞ്ച് ഇൻ എബിറ്റ് പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. എന്തുകൊണ്ടായിരിക്കും? അതായത് നമ്മുടെ ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് റിമൈൻ കോൺസ്റ്റന്റ് ആണ്. പക്ഷേ ഇപ്പൊ 1,00,000 രൂപയാണ് നമ്മൾ ഈ മാസം റെന്റ് കൊടുക്കേണ്ടത്. അത് 10,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് എന്തുകൊണ്ടിരിക്കും? അത് പെർ യൂണിറ്റ് എന്തുകൊണ്ടിരിക്കും? നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ 10,000 20 ആയാലും 30 ആയാലും 1,00,000 തന്നെ ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അത് നമുക്കൊരു ബെനിഫിറ്റ് ആണ്. ബെനിഫിറ്റ് ത്രൂ ഫിക്സഡ് കോസ്റ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഒന്ന് കൈബുക്ക് ചെയ്താൽ മതി. അപ്പൊ ഡിഗ്രി ഓഫ് ഓർത്തോചനം എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാനുള്ളത്. അവിടെ എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിൽ എബിറ്റ് മൈനസ് EBT ആയിരുന്നു. എബിറ്റ് മൈനസ് EBT കണ്ടുപിടിക്കുന്നത് അതിന് ഇൻട്രസ്റ്റ് അങ്ങ് മാറ്റിയാൽ മതി, ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി. അപ്പൊ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT ആണ്. ഓർത്തോചനം എബിറ്റ് ഡിവൈഡഡ് ബൈ EBT ആണ് ഫിനാൻഷ്യൽ ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ് ആണ്. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഓർത്തോണം. ഇനി അവിടെ നമ്മൾ EPS ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ EBT ആയിരുന്നു, എബിറ്റ് ആയിരുന്നു. ഇവിടെ എന്താണ് എബിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ആണ്. അടുത്തത് കമ്പൈൻഡ് ലിവറേജ്. എന്താണ് നമ്മളിപ്പോ കണ്ട ഫിനാൻഷ്യൽ ലിവറേജിലെ ഓപ്പറേറ്റ് ലിവറേജിലെ ഒരു കമ്പൈൻഡ് ഫോം ആണ് ഈ പറയുന്ന നമ്മുടെ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. റിലേഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ടാക്സബിൾ ഇൻകം. സെയിൽസും ടാക്സബിൾ ഇൻകവും നമ്മൾ ഒരു അതായത് ഇപ്പൊ നമ്മള് എന്താ പറഞ്ഞേ ഇവിടെ നമ്മൾ എന്താണ് നമ്മളുടെ ഡെപ്റ്റ് കൂട്ടിക്കൊണ്ട് ഏർണിംഗ് പെർ ഷെയർ കൂട്ടുക. ഇവിടെ നമ്മളുടെ ഫിക്സഡ് കോസ്റ്റിനെ മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് ആണ്, അങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷെ അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഡീഷണൽ പ്രൊഡക്ഷൻ നമുക്ക് എന്താണ് ആ ഫിക്സഡ് കോസ്റ്റ് എന്തുകൊണ്ടിരിക്കും? പെർ യൂണിറ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ആ ഒരു ബെനിഫിറ്റ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് ലിവറേജിൽ യൂസ് ചെയ്യുന്നത്. ഇനി കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇതിനകത്ത് എന്താണ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്നതാണ് കമ്പൈൻഡ് ലിവറേജ്. റിലേഷൻ ബിറ്റ്വീൻ സെയിൽസ് ആൻഡ് ടാക്സബിൾ ഇൻകം. ഇതിനെ തന്നെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് കമ്പൈൻഡ് ലിവറേജ് ഇസ് ഓൾസോ നോൺ ആസ് കോമ്പോസിറ്റ് ലിവറേജ്, സൂപ്പർ ലിവറേജ്, ഓവറോൾ ലിവറേജ് എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ്, സൂപ്പർ, ഓവറോൾ ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാവേ. ഇനി നമ്മൾ ഈ പറഞ്ഞ കമ്പൈൻഡ് ലിവറേജ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? നമ്മൾ പറഞ്ഞ ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ ഓപ്പറേറ്റ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്, ഓപ്പറേറ്റ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് കമ്പൈൻഡ് ലിവറേജ്. ഇനി നമ്മൾ അതിന്റെ ഡിഗ്രി കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇത് ഓപ്പറേറ്റ് ലിവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇത് ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അത് രണ്ടോട് എഴുതുന്നു. ഇത് ഓപ്പറേറ്റ് ലിവറേജിന്റെ ചേഞ്ച് ഇൻ എബിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ഇതെന്താണ് ചേഞ്ച് ഇൻ ഏർണിംഗ് പെർ ഷെയർ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ എബിറ്റ്. ഇത് രണ്ടും കൂടെ ഇത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഓപ്പറേറ്റ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. ഓപ്പറേറ്റ് ലിവറേജ് കണ്ടുപിടിക്കാൻ ഇത്, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാൻ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തു? സെയിം ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ എന്താണ് ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽ. ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽ. ഇവിടെ ചേഞ്ച് ഇൻ എബിറ്റ്, ഇവിടെ ചേഞ്ച് ഇൻ EPS. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടു? ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽ ആണ് ഏത് വരുന്നത്? നമ്മുടെ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ നമ്മുടെ വലിയ ഇക്വേഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ് ആണ് ഏത് വരുന്നത്? ഓപ്പറേറ്റ് ലിവറേജ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ് ആണ്. ദെൻ എബിറ്റ് ഡിവൈഡ് ബൈ EBT ആണ് ഏത്? അല്ലെങ്കിൽ EBT മൈനസ് 1 ഇൻട്രസ്റ്റ് ആണ് നമ്മളുടെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT ആണ് നമ്മളുടെ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതൊന്ന് പറയാമോ?
ഇത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ, ഇതൊന്ന് ആൻസർ ചെയ്യാം. നമ്മൾ ചോദിച്ചേക്കുന്നത് ഏതാണ്? ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഫിനാൻഷ്യൽ ലിവറേജിനകത്ത് എന്താണ്? ഡെപ്റ്റ് ഇക്വിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമ്മളുടെ അല്ലെങ്കിൽ ഡെപ്റ്റ് ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏണിംഗ് പെർ ഷെയർ കൂട്ടാനായിട്ട് ഡെപ്റ്റ് ഫിനാൻസ് യൂസ് ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്? കടമായിട്ടുള്ള സാധനം കൂടുതലായിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഏണിംഗ് പെർ ഷെയർ കൂട്ടുവാണ്. അപ്പൊ ഏണിംഗ് പെർ ഷെയർ കൂട്ടാനായിട്ട് എന്ത് ചെയ്യുന്നു? പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് അല്ലെ? പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ആണോ? നമ്മൾ ഓർക്കുന്നുണ്ടോ? പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റ്, ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ഏണിംഗ് പെർ ഷെയർ കൂട്ടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് വിളിക്കുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ്. നിങ്ങൾക്ക് കുറച്ച് നേരം ഇരിക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ഓർത്തോണം, ഒന്നുകൂടെ നോക്കിക്കോണേ. നമ്മൾ ഇതുണ്ടോ? ഇത് ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിൽ എബിറ്റ് ഡിവൈഡഡ് ബൈ എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS. അതായത് നമ്മൾ ഈ പറയുന്ന ഇവിടെ ഈ ഇൻട്രസ്റ്റ് വരുന്ന എപ്പോഴും ഏതിന്റെ കേസിലാണ്? നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഫിക്സഡ് കോസ്റ്റ് അതായത് എന്ന് വെച്ചാൽ നമ്മുടെ ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്ത് വരുള്ളൂ? ഇൻട്രസ്റ്റ് വരത്തുള്ളൂ. അപ്പൊ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മളൊരു ബിസിനസ്സിൽ നമുക്ക് 1 ലക്ഷം രൂപയുടെ ഇക്വിറ്റി ഉണ്ട്, നമ്മൾ 1 ലക്ഷം രൂപയുടെ ഡെപ്റ്റ് ഫിനാൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വർഷം കിട്ടിയിരിക്കുന്ന ഇൻകം എന്ന് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000 രൂപയാണ്. ആ 10,000 രൂപയിൽ നമ്മൾ കൊടുക്കേണ്ടത് 5,000 രൂപ ആർക്ക് കൊടുക്കണം? 5,000 രൂപ എന്ന് പറയുന്നത് നമ്മളുടെ ഡെപ്റ്റ് ആയിട്ട് നമ്മൾ ഓരോ വർഷം കൊടുക്കേണ്ടതാണ്. മീൻസ് ഡെപ്റ്റിന്റെ ഇൻട്രസ്റ്റ് അത്, അതിനൊരു മാറ്റവും ഇല്ല. ഇപ്പൊ നമ്മൾ ഇപ്പൊ 6% ഡിബഞ്ചർ എന്നല്ലേ പറയുന്നത്, അല്ലെ 4% ഡിബഞ്ചർ എന്ന് പറഞ്ഞു, അത് ഫിക്സഡ് ആ. അതിപ്പോ എന്തൊരു പൈസ നമുക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അത് നിർബന്ധം. ഇപ്പൊ കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ലേ പോലും 6% നമ്മൾ കൊടുത്തിരിക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ അതിനകത്ത് വേരിയേഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ പറഞ്ഞു 10,000 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, 10,000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ എത്ര കൊടുക്കണം? 5,000 രൂപ കൊടുക്കണം. ഇനി അടുത്ത വർഷമായപ്പോ തന്നെ നമുക്ക് 20,000 രൂപ കിട്ടി. പക്ഷെ അപ്പോഴും എന്ത് കൊടുത്താൽ മതി? 5,000 രൂപ കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിനാണ്. പക്ഷെ ഈ പറയുന്ന 2 ലക്ഷം രൂപ ഫിനാൻസ് ചെയ്യാനായിട്ട് മുഴുവൻ നമ്മൾ ഷെയർ ഹോൾഡേഴ്സിനെ കൊടുത്തിരുന്നെങ്കിലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർ ഷെയർ നമ്മൾ എന്ത് ചെയ്യണം? ഏണിംഗ് പെർ ഷെയർ കുറയും. കാരണം 10 പേർക്ക് കൊടുക്കേണ്ടത് 20 പേർക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ്. 10 പേർക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ത് ചെയ്താണ്? 20 പേർക്ക്. അപ്പൊ എന്ത് ചെയ്താണ്ടിരിക്കുക? അപ്പൊ 100 രൂപ ഉണ്ട്, 10 പേർക്ക് കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 10 രൂപ വെച്ച് കിട്ടിയേനെ. 20 പേർക്ക് കൊടുക്കണമെങ്കിലോ 5 രൂപ വെച്ചേ കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓപ്പറേറ്റിംഗ് ലിവറേജിലാണ് എന്ത് വരുന്നത്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ്. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് ഡിവൈഡഡ് ബൈ വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. അതായത് എബിറ്റ് എന്തിനനുസരിച്ച് നമ്മൾ ഈ പറയുന്ന ഇവിടെ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് കുറയണം. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന മന്ത്ലി സാലറി അല്ലെങ്കിൽ വേജസ് വരത്തില്ല, സാലറി അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റെന്റ്, ഇതൊക്കെ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ സെയിൽസ് കൂട്ടിയാൽ മതി. അപ്പൊ പെർ യൂണിറ്റ് അത് ഫിക്സഡ് ആണ്, ഫിക്സഡ് കോസ്റ്റ് ആണ്. പക്ഷെ പെർ യൂണിറ്റ് കൂടുന്തോറും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇതൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ എബിറ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ്. ഓക്കെ, ഇനി കമ്പൈൻഡ് ലിവറേജ് ആണെങ്കിൽ ഇത് രണ്ടിന്റെയും കൂടെ മിക്സ് ആണ്. ഇത് തന്നെയാണ് കോമ്പോസിറ്റ്, സൂപ്പർ, ഓവറോൾ. ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒറ്റ കാര്യം ഓർച്ചാൽ മതി, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ്. എന്നിട്ട് നമുക്ക് അതിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ കട്ട് ചെയ്തത് എടുക്കാൻ പറ്റും. അപ്പോൾ ഓർത്തോണം, ഈ ക്വസ്റ്റിന്റെ ആൻസർ ഏതാണ് വരുന്നത്? മാറിപ്പോകരുത്. എന്നാണ് ഇനി നമുക്ക് നേരെ തിരിച്ചായിരിക്കും, മറ്റേതെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ എബിറ്റ് ഏതായിരുന്നു? ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിൽ ഏതാണ് വരുന്നത്? ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എബിറ്റ്. ഇത് ഏതിന്റെയാ? ഏതിന്റെയാ? ഓപ്പറേറ്റിംഗ് ലിവറേജ്. മാറിപ്പോകരുത് കേട്ടോ. ഇത് മാർക്കല്ലേ? ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ് നമ്മളുടെ കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ഏതാണ്? എബിറ്റ് ഡിവൈഡഡ് ബൈ എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ്. വെരി ഗുഡ്. 2. കോൺട്രിബ്യൂഷൻ മാർജിൻ എന്ന് പറഞ്ഞ ഏതാണ്? ഇത് മൈനസ് ആണ്, മാറിപ്പോയിട്ടുണ്ട്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഏതാ? ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ ഏതാ പഠിച്ചേ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഏതാണ്? നമ്മളുടെ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ എബിറ്റ് ആണ് എന്ത്? നമ്മളുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഒന്നോർത്ത് വെച്ചോണേ. അതായത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ്. കോൺട്രിബ്യൂഷൻ എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ് ആണ് നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ്. അങ്ങനെയാണെങ്കിൽ കമ്പൈൻഡ് ലിവറേജ് എന്തായിരുന്നു? ഏതാണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT. അത്രേ ഉള്ളൂ. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBT ആണ് കമ്പൈൻഡ് ലിവറേജ്. മാറിപ്പോകരുത്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ എബിറ്റ് ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജും, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT ആണെങ്കിൽ, അതായത് EBT എന്ന് പറയുന്നത് എന്താണ്? എബിറ്റ് മൈനസ് ഇൻട്രസ്റ്റ്. EBT ആണെന്നുണ്ടെങ്കിൽ അതേതാണ്? കമ്പൈൻഡ് ലിവറേജും ആണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം.
ഞാനിവിടെ അത് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നോക്കാവേ. ഇവിടെ ഇത് മാറിപ്പോലെ, ഇവിടെ ഞാനൊന്ന് മാറ്റിത്തരാം. ഇത് ഓർത്തോണം, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇക്വേഷൻ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. അടുത്തത് ഇൻഡിഫറൻസ് പോയിന്റ് ഇൻ എബിറ്റ് മൈനസ് EPS അനാലിസിസ് ഇൻഡിക്കേറ്റ്. ഇൻഡിഫറൻസ് പോയിന്റ് എബിറ്റ് EPS അനാലിസിസ് ഇൻഡിക്കേറ്റ് എന്താണ്? ഈ പറയുന്ന ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ടാക്സ് EPS അനാലിസിസ് ഇൻഡിക്കേറ്റിന്റെ അതിനകത്ത് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്? അതായത് നമ്മൾ ഒരു ബിസിനസിനെ ഫിനാൻസ് ചെയ്യണം. ബിസിനസിനെ ഫിനാൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇക്വിറ്റി, ഉറപ്പായിട്ട് ഇക്വിറ്റി വേണം അല്ലെ? മുഴുവൻ കടം മേടിച്ചിട്ട് ഒരു ബിസിനസ് നടത്താൻ പറ്റുമോ? ഇല്ല, ഉറപ്പായിട്ട് അത് നമുക്ക് പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഉറപ്പായിട്ട് ഇക്വിറ്റി ഉണ്ടാവും, ഇക്വിറ്റി വേണം. ഇനി ഫുള്ള് വേണം ഇക്വിറ്റി, നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ കടമൊന്നും മേടിക്കുന്നില്ല, മുഴുവൻ ഇക്വിറ്റി ഇട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ എന്താണ് മുഴുവൻ വേണമെങ്കിൽ ഇപ്പൊ നമ്മളൊരു ബിസിനസിനെ ഫിനാൻസ് ചെയ്യാണ്ട് പോകണം. അപ്പൊ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഏതൊക്കെ സോഴ്സിൽ നിന്ന് ഫിനാൻസ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇക്വിറ്റി മാത്രം എടുക്കാം, അല്ലെങ്കിൽ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി. ഡെപ്റ്റ് തന്നെ എടുക്കാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ ഇക്വിറ്റി തന്നെ അല്ലെങ്കിൽ ഡെപ്റ്റും ഇക്വിറ്റി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ 1 കോടി രൂപയാണ് നമുക്ക് വേണ്ടത്. 1 കോടി രൂപയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുഴുവൻ ഇക്വിറ്റി എടുക്കാം, അല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി. ഇപ്പൊ 50 ലക്ഷം എന്ന് പറയുന്നത് നമുക്ക് ഡെപ്റ്റ് എടുക്കാം, 50 ലക്ഷം വേണമെങ്കിൽ ഇക്വിറ്റി എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇനി ഇക്വിറ്റി മാത്രം ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇക്വിറ്റി മാത്രം എടുക്കേണ്ടത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഒരു ലോ ഏർണിങ്സ് മാത്രം കിട്ടുന്ന ബിസിനസ്സാണ്. അത് നമുക്കറിയാം. ഇതിന് ഈ പറയുന്ന ഭയങ്കര ഒരു ഗ്രോത്ത് ഉള്ള, നമ്മളുടെ പാരന്റ്സ് ആയിട്ട് വർഷങ്ങളായിട്ട് നമ്മളിങ്ങനെ പാരമ്പര്യമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ബിസിനസ് ആണെന്ന് നോക്കാം. അപ്പൊ നമുക്കൊരു ആവറേജ് ഈ ഒരു ഇൻകം കിട്ടത്തുള്ളൂ, ലോ ഇൻകം ഏൺ ചെയ്ത് നമുക്ക് ബിസിനസ് അങ്ങനെ റൺ ചെയ്ത് കൊണ്ടുപോകണം, അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അപ്പൊ ലോ ഇൻകം മാത്രം കിട്ടുന്നതാണെങ്കിൽ അവിടെ കൂടുതൽ കടം മേടിക്കാതിരിക്കാൻ നല്ലത്. കാരണം അതെന്താണ്, അതൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ഫിക്സഡ് ഇൻട്രസ്റ്റ് ഉള്ളതാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമ്മൾ കൂടുതലായിട്ടും ഇക്വിറ്റി യൂസ് ചെയ്യുന്നതായിരിക്കും ലോ ഇൻകത്തിന്റെ കേസിൽ നല്ലത്. ഇനി ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ഹയർ ഇൻകം കിട്ടുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി വേണം ചെയ്യാം, നമുക്ക് ഫിനാൻസ് ചെയ്യാൻ ഉപയോഗിക്കാം. കാരണം ഇതൊരു ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി എല്ലാം എന്താണ് ഇക്വിറ്റിക്കാർക്ക് കിട്ടും. ഇനി ഇവിടെ എവിടെയാണ് ഇൻഡിഫറൻസ് വരുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഫ്യൂച്ചറിൽ ബിസിനസ്സിന് ഏൺ ചെയ്യാനുള്ള പ്രോഫിറ്റബിലിറ്റി കുറവാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ഇക്വിറ്റിയും, പ്രോഫിറ്റബിലിറ്റി കൂടുതലാണെങ്കിൽ ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റിയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇവിടെ എവിടെയോ ഒരു പോയിന്റ് ഉണ്ട്, ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നൊരു പോയിന്റ്. അതെന്താണ്? അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നമുക്ക് ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് പെർ ഷെയർ 25 റുപ്പീസ് ആണ് കിട്ടുന്നത്. ഇവിടെ ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 30 റുപ്പീസ് ആണ് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ എന്താ പറഞ്ഞത്, ഓക്കെ ഇവിടെ നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പെർ ഷെയർ 25 രൂപയാണ്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 30 രൂപ കിട്ടും. പെർ ഷെയർ നമുക്ക് 30 രൂപ കിട്ടും. അപ്പൊ ഏതായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്? അതായത് ഇക്വിറ്റിയിലെ മുഴുവനായിട്ട് നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 25 രൂപ പെർ ഷെയറും, ഒരു വർഷം കിട്ടുന്നത് 25 രൂപ പെർ ഷെയറും. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 30 റുപ്പീസ് പെർ ഷെയറുമാണ്. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല ഓപ്ഷൻ ഏതായിരിക്കും? നമുക്ക് ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി കിട്ടുവാണെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിട്ടേൺ കിട്ടും. പക്ഷെ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇക്വിറ്റിയിൽ ഒരു സർട്ടൺ എമൗണ്ട് ഇക്വിറ്റി തന്നെ എടുത്താൽ നമുക്ക് കിട്ടുന്നത് പെർ ഷെയർ 25. ഡെപ്റ്റ് പ്ലസ് ഇക്വിറ്റി ചെയ്താൽ അവിടെയും കിട്ടുന്ന 25. ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. കിട്ടിയോ? പോയിന്റ് ഓഫ് ഇൻഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ലെവൽ ഓഫ് എബിറ്റ് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ഫോർ വിച്ച് വി ആർ ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ ടു ഫിനാൻഷ്യൽ പ്ലാൻ. ഒരു വ്യത്യാസവും ഇല്ല. അതിപ്പം നമ്മൾ ഈ ഇക്വിറ്റി യൂസ് ചെയ്താലും ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ് യൂസ് ചെയ്താലും അവിടെ ഒരു വ്യത്യാസവും ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, അതായത് നമ്മുടെ ഏണിംഗിൽ വ്യത്യാസം ഒന്നും വരുന്നില്ലെങ്കിൽ ദാറ്റ് പോയിന്റ് ഇസ് കോൾഡ് ഇൻഡിഫറൻസ് പോയിന്റ്. Indifference level of EBIT is one that which EPS remains the same perspective of the debt equity mix. എവിടെ എടുത്താലും, അതായത് ഇതാണ് നമ്മളുടെ ഇൻഡിഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇക്വിറ്റി എടുത്താലും ഇത് ഏണിംഗ് പെർ ഷെയർ, ഇത് നമ്മളുടെ ഏണിംഗ് പെർ ഷെയർ. ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇവിടെ നോക്കി, ഇവിടെ ഈ പോയിന്റിന് താഴെ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. അതായത് അവിടെ നമുക്ക് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ ബെറ്റർ ആണ്, അല്ലെങ്കിൽ അവിടെയാണ് കൂടുതൽ മെച്ചം കിട്ടുന്നത്. പക്ഷെ ഇതിന് മുകളിൽ, ഈ പോയിന്റിന് മുകളിലേക്ക് ഡെപ്റ്റ് ഇക്വിറ്റിയിലാണ് കൂടുതലായിട്ട്, അല്ലെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റിയും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അവിടെ നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അതായത് ഏണിംഗ് പെർ ഷെയർ ഇവിടെ എന്ത് ചെയ്യും, കൂടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൂടി കിട്ടുന്ന എവിടെയാണ്? ഡെപ്റ്റ് ഇക്വിറ്റിയിലാണെങ്കിൽ ഇവിടെ കൂടുതൽ, ഇവിടെയാണെങ്കിൽ ഇക്വിറ്റിയിൽ മാത്രമാണെങ്കിൽ ഇവിടെ കൂടുതൽ. ദെൻ ഇവിടെ ഈ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ എന്താണ്, നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും, എവിടെ ഈ ഒരു പോയിന്റിൽ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും, ഡെപ്റ്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന 25 രൂപയാണ്. ഒരു മാറ്റമില്ല. ഈ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ്. ഇപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും
നമുക്ക് ഏണിംഗ് പെർ ഷെയർ എന്ന് പറയുന്നത് 25 രൂപ ഇക്വിറ്റിയിൽ മുഴുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ 25 രൂപയും ഇവിടെ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ 20 രൂപയാണെങ്കിൽ നമ്മൾ ഏതാ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലത്? ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫുൾ എമൗണ്ട് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇക്വിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് നമുക്ക് കിട്ടുന്ന 25 രൂപയും ഡെപ്റ്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് 30 രൂപയും കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ഏതായിരിക്കും? ഡെപ്റ്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തായിരിക്കും. ഇനി പ്രത്യേകിച്ച് ഒരു പ്രശ്നവുമില്ല, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഡെപ്റ്റ് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഈ 25 റുപ്പീസ് അല്ലെങ്കിൽ 30 റുപ്പീസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡിഫറൻസ് പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ എബിറ്റ് എന്ന് പറയും. തന്നെയാണ് ഇവിടെ ആ ഒരു തന്നെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇനി അടുത്തത്, all the management practice are based on the same set of principles. What distinguish a successful manager from less successful one is the ability to put these principles into practice. പറയാൻ പറ്റുമോ? All the management practice are based on some set of principles. What distinguish a successful manager from less successful one is the ability to put these principles into practice. എല്ലാവരും ടീച്ചേഴ്സാ. ഇപ്പം നമ്മുടെ സ്കൂളിൽ 10 ടീച്ചേഴ്സ് ഉണ്ട്. 10 ടീച്ചേഴ്സും ഒരേപോലെ BEd പഠിച്ച് PG കഴിഞ്ഞ് വന്നേക്കുന്നവരാ. പക്ഷെ 10 പേരും ഡിഫറെന്റാ. 10 പേരും ഒരുപോലെ അല്ല, അല്ലെങ്കിൽ 10 പേര് സക്സസ്ഫുൾ ടീച്ചേഴ്സ് അല്ല. കാരണം എന്താ? എന്താണ് അവിടെ ടീച്ചിങ് ഇത് എന്താണ്? ആർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെയാണ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ആർട്ടാണ്. അത് എല്ലാവരും BEd പഠിച്ചു, റാങ്ക് മേടിച്ചു. BEdന് എല്ലാവർക്കും 10 പേർക്കും BEd റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷെ 10 പേര് ഒരുപോലെ പഠിപ്പിക്കണമെന്നില്ല. എന്താണ് ടീച്ചിങ് എന്ന് പറയുന്നത്? ഒരു ആർട്ടാന്ന് പറഞ്ഞത് മാനേജ്മെന്റ് ഇസ് എൻ ആർട്ട്. നിങ്ങൾക്ക് സമയം പോയോ? നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? മിസ് പറഞ്ഞു ഉണ്ടെങ്കിൽ പറഞ്ഞോ. ഇവിടെ മാനേജ്മെന്റ് യൂസസ് ബോത്ത് സയന്റിഫിക് നോളജ് ആൻഡ് ആർട്ട് ഇൻ മാനേജിങ് ഓർഗനൈസേഷൻ. ആണോ? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണോ? അല്ലെ? യൂസ് ബോത്ത് സയന്റിഫിക് നോളജ് ആൻഡ് ആർട്ട് അല്ലെ? ഒരു ഓർഗനൈസേഷൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ അറിയണം. 2, ഇത് യൂസ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ വേണം. മാനേജ്മെന്റ് ഇസ് എ സയൻസ് ആസ് എ സയൻസ് ഗസ് വൈൽ മാനേജ്മെന്റ് ഇസ് എൻ ആർട്ട് പ്രെഡിക്റ്റ്. ആണോ? ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാ. ശരിക്കും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് വന്നേക്കുന്നത്. നമ്മളത് വായിച്ച് മനസ്സിലാക്കാന്നുള്ള ഒറ്റ പ്രശ്നമേ ഉള്ളൂ. മാനേജ്മെന്റ് സയൻസ് ഗസ് ചെയ്യുന്നു. ആണോ? സയൻസ് ഒരിക്കലും ഗസ്സിങ് ആണോ? H2O വെച്ചാൽ വെള്ളമായിരിക്കാം പറയോ? ഇല്ല. പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, യൂണിവേഴ്സലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സയൻസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ സയൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പറഞ്ഞു റിസർച്ച് നടത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് സയൻസ് ഗസിയുമാണ്? അല്ല, ഒരിക്കലല്ല. മാനേജ്മെന്റ് ആർട്ടാണ് വേണമെങ്കിൽ നമുക്ക് ഗസിങ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രഡിക്റ്റ് എന്ന് പറയാം. ഇവിടെ എന്താണ്? സയൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, പക്ഷേ ഈ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. പ്ലാനിംഗ് പ്രിമിസസ് എന്തായിരുന്നു? പ്ലാനിംഗ് പ്രിമിസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനിംഗ് പ്രിമിസസ് ആർ അസംഷൻ ഓൺ വിച്ച് പ്ലാൻസ് ആർ ഫോർമുലേറ്റഡ് അല്ലെ? പ്ലാനിംഗ് പ്രിമിസസ് എന്താണ്? സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ എസ്റ്റിമേറ്റ് ഫോർ ദ ഫ്യൂച്ചർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്ലാനിംഗ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ പ്ലാനിങ്ങിനെ അഫക്ട് ചെയ്യാമെന്നുള്ളതിനെ കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്താൻ പ്ലാനിംഗ് പ്രിമിസസ് എന്ന് പറഞ്ഞത്. ഇവിടെ എന്താണ്? ഇപ്പൊ ഒന്ന് ഓർത്ത് വെച്ചോണം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കമ്പനി സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യണം. 10,000 ആയിരിക്കും, 10,000 യൂണിറ്റ് ആയിരിക്കും ഈ വർഷത്തെ നമ്മുടെ സെയിൽസ്. അപ്പൊ ഇതിങ്ങനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്? നമ്മുടെ പ്രൊഡക്ഷൻ ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പൊ ഈ ഒരു എസ്റ്റിമേഷനെ അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാനിംഗ് പ്രിമിസസ് എന്ന് വിളിക്കുന്നത്. ഫോർ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് കമ്പനിയുടെ സെയിൽസ് ഫോർകാസ്റ്റ് ചെയ്യുന്നു. അതൊരു പ്ലാനിംഗ് പ്രിമിസസ് ആണ്. പ്ലാനിംഗ് പ്രിമിസസ് ആർ ദ അസംഷൻ ഓൺ വിച്ച് പ്ലാൻസ് ആർ ഫോർമുലേറ്റഡ് അല്ലെ? എന്താണ്? ചെയ്ത് നടന്ന കാര്യമാണോ? അല്ല. പ്ലാനിംഗ് പ്രിമിസസ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലേക്കാണ്. അപ്പൊ അടുത്ത വർഷം നമുക്ക് ഇത്രയും സെയിൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഇന്ന രീതിയിൽ നമ്മുടെ മാർക്കറ്റിൽ വ്യത്യാസമുണ്ട്, അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റ് ഇത്രയും സെയിൽസ് ഉണ്ടാവാം. അങ്ങനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളെ എന്താണ് അസ്യൂം ചെയ്യാണ്. അതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്? അറേഞ്ച് ചെയ്യാണ്, അല്ലെങ്കിൽ ആ പ്ലാൻസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. പ്ലാനിംഗ് പ്രിമിസസ് ആർ ദ അസംഷൻ ഓൺ വിച്ച് പ്ലാൻസ് ആർ ഫോർമുലേറ്റഡ്. പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യാനുള്ള അസംഷൻ ആണ് എന്ത്? പ്ലാനിംഗ് പ്രിമിസസ് എന്ന് പറഞ്ഞത്. ദസ് എ മേജർ സോഴ്സ് ഓഫ് പ്രിമിസസ് ആർ ഫോർകാസ്റ്റ് അല്ലെ? ഇതെവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ അതേപടി? ഇല്ല. നമ്മൾ ഈ പറയുന്ന ഫ്യൂച്ചറിനെ നമ്മൾ എല്ലാ ഫാക്ടേഴ്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഫോർകാസ്റ്റ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. ശരിയാവാം, ശരിയാവാതിരിക്കാം. ഈ ഫോർകാസ്റ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്യൂച്ചറിൽ ഇങ്ങനെയുള്ള പ്ലാനുകളൊക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ പ്ലാനിംഗ് പ്രിമിസ് ഓർത്തോണം. അസംഷൻ ഓൺ വിച്ച് പ്ലാൻസ് ആർ ഫോർമുലേറ്റഡ്. പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇത്ര എണ്ണം ഈ വർഷം പ്രൊഡ്യൂസ് ചെയ്യണം. പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ട്? ആ പ്ലാൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? അവിടെ മുന്നേ ഒരു പ്ലാൻ ഉണ്ട്. ഏതാണ്? നമുക്ക് ഈ വർഷം ഇത്ര സെയിൽസ് ഉണ്ടാകും എന്ന് പറയുന്ന ഒരു പ്ലാനിംഗ് പ്രിമിസസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്ലാൻ നടത്തുന്നത്. അപ്പൊ എന്താണ് ഈ പ്ലാനിംഗ് പ്രിമിസസ് എന്ന് പറഞ്ഞാൽ? എപ്പോഴും നമ്മൾ അവിടെ ഉറപ്പുള്ള കാര്യമൊന്നുമല്ല, അത് ഫോർകാസ്റ്റിംഗ് മാത്രമാണ്. ഇമ്പോർട്ടൻസ്, പ്ലാനിംഗ് പ്രിമിസസിന്റെ ഇമ്പോർട്ടൻസ് നോക്കണം. വെൽ ഓർഗനൈസ്ഡ് പ്ലാനിംഗ് നടത്താനായിട്ട് പറ്റും. അൺസർട്ടനിറ്റി കുറയ്ക്കാൻ പറ്റും. റിസ്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി കുറയ്ക്കാൻ പറ്റും. കോർഡിനേഷൻ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റും. പ്രോഫിറ്റബിലിറ്റി കൂട്ടാൻ പറ്റും. സിമ്പിൾ ആയിട്ട് ഓർത്ത് നോക്കാൻ കാര്യങ്ങൾ. ഇനി അടുത്തത് ഡിവിഡൻഡ് ഈൽഡ്. എന്താണ് ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത്? ഡിവിഡൻഡ് ഈൽഡ് ഓർത്ത് വെച്ചോണം. ഇവിടെ നമ്മൾ നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ അല്ല നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ക്യാപിറ്റൽ ഗെയിൻ കിട്ടുന്നതിന് കഴിഞ്ഞ ഉപരിയായിട്ട് നമ്മൾ ഈ വർഷം 100 ഷെയർ മേടിച്ചാൽ നമുക്ക് ഈ വർഷം എന്ത് ഇൻകം കിട്ടും എന്നാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഫോർ സ്റ്റോക്ക് വിത്തൗട്ട് എനി ക്യാപിറ്റൽ ഗെയിൻ.
അതായത് 10 രൂപയുടെ ഷെയർ 10 രൂപ വാല്യൂ ഉള്ള ഷെയർ 20 രൂപയുടെ വാല്യൂ ആകുന്നതല്ല നമ്മൾ നോക്കുന്നത്. നമുക്ക് വളരെ ഷോർട്ട് ടൈം റിട്ടേൺ ആണ് നമ്മൾ നോക്കുന്നത്. അതിനെയാണ് ഡിവിഡൻ ഈൽഡ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോ റിസീവ്ഡ് ഫോർ എവറി ഡോളർ അല്ലെങ്കിൽ എവറി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഇക്വിറ്റി പൊസിഷൻ. 1 രൂപയുടെ ഷെയർ നമ്മൾ 100 രൂപയുടെ ഷെയർ വാങ്ങിച്ചാൽ അതിൽ നമുക്ക് ഈ വർഷം എന്ത് റിട്ടേൺ കിട്ടും, അതാണ് നമ്മൾ എന്ത് നോക്കുന്നത്, ഡിവിഡൻ ഈൽഡ്. ഡിവിഡൻ ഈൽഡ് കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ആനുവൽ ഡിവിഡൻ പെർ ഷെയർ. ഒരു ഷെയർ നമുക്ക് കിട്ടുന്ന അത് നമുക്ക് അതൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമ്മളുടെ താല്പര്യം അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്, നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഡിവിഡൻ ഈൽഡ് ആണ് വേണ്ടത്, അപ്പൊ നമുക്ക് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് റിട്ടേൺ ആണ് വേണ്ടത്. അപ്പൊ റെഗുലർ റിട്ടേൺ ആണ് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന ആനുവൽ ഡിവിഡൻ പെർ ഷെയർ. ഒരു ഷെയറിന് നമുക്ക് കിട്ടുന്ന ആനുവൽ ഡിവിഡൻ 10 രൂപ കിട്ടും. ഡിവിഡന്റ് ആയിട്ട് 100 രൂപയുടെ ഷെയറിന് 10 രൂപ ഡിവിഡന്റ് കിട്ടുമെന്ന് ഓർക്കാം. അങ്ങനെയാണെങ്കിൽ ഡിവിഡൻ ഡിവൈഡഡ് ബൈ പ്രൈസ് പെർ ഷെയർ ചെയ്താൽ മതി. 100 രൂപയുടെ ഷെയർ അപ്പൊ നമുക്ക് കിട്ടുന്ന ആനുവൽ ഡിവിഡന്റ് 10 രൂപയാണെങ്കിൽ 10 രൂപ ഡിവൈഡഡ് ബൈ 100. അതാണ് ഡിവിഡൻ ഈൽഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു റെഗുലർ ഇൻകം ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തായിരിക്കും നോക്കുന്നത്, ഈ ഡിവിഡൻ ഈൽഡ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് റെഗുലർ ഇൻകം വേണ്ട, ക്യാപിറ്റൽ ഗെയിൻ ആണ് വേണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും നമ്മൾ നോക്കുന്നത്, ആ സ്റ്റോക്കിന്റെ ഗ്രോത്ത് ആയിരിക്കും നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇനി ഒറ്റ എന്താണ് വാൾട്ടേഴ്സ് മോഡൽ, ബേർഡ്സ് ഇൻ ഹാൻഡ് ആർഗ്യുമെന്റ്സ്, ഗ്രോത്ത് ഫേം, നോർമൽ ഫേം. ഈ 4 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുമെങ്കിൽ നമുക്ക് ആദ്യം പോയി എന്താണ് ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, നമ്മളുടെ ഡിവിഡൻ പോളിസി. നമ്മൾ 6th ചാപ്റ്ററിൽ ഇതെല്ലാം കൃത്യമായിട്ടും വ്യക്തമായിട്ടും പഠിക്കുന്നതാണ്. അപ്പൊ എന്താണ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കിപ്പോവാം. ഡിവിഡൻ പോളിസി എന്താണ്? ഡിവിഡൻ പോളിസി എന്ന് പറയുന്നത് അതാണ്, ഫേം ഡിറ്റർമൈൻസ് വാട്ട് പ്രിപ്പോർഷൻ ഓഫ് ഏർണിംഗ് ഈസ് ടു ബി പെയ്ഡ് ടു ദ ഷെയർ ഹോൾഡർ ബൈ വേ ഓഫ് ഡിവിഡൻ. എന്താണ്, എത്ര എമൗണ്ട് ഡിവിഡന്റ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫെയിമിന്റെ ആ ഒരു തീരുമാനത്തെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫെയിമിന്റെ പോളിസിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡിവിഡൻ പോളിസി എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം എത്ര രൂപ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡന്റ് ആയിട്ട് കൊടുക്കണം. ഇനി അങ്ങനെയാണെങ്കിൽ അവിടെ 2 ഡിസിഷൻ വരും അല്ലെ, എത്ര ഡിവിഡന്റ് ആയിട്ട് കൊടുക്കണം, ബാക്കി എത്ര റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം 10,000 രൂപ ഇട്ടിരുന്നെങ്കിൽ 5,000 രൂപ ഡിവിഡന്റ് കൊടുത്താൽ ബാക്കി 5,000 എന്തായിരിക്കും, IRR അല്ലെങ്കിൽ റീറ്റെയിൻ ഏർണിംഗ് ആയിരിക്കും അല്ലെ. വാട്ട് പ്രിപ്പോർഷൻ ഈസ് ടു ബി റീറ്റെയിൻ ബൈ ദ ഫേം ഫോർ റീഇൻവെസ്റ്റ്മെന്റ് പർപ്പസ്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലെ, ഇന്റേണൽ IRR അല്ലെങ്കിൽ IRR കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് ബാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ഫിനാൻഷ്യൽ മാനേജേഴ്സ് ടു മാക്സിമൈസ് മാർക്കറ്റ് വാല്യൂ ഷെയർ ദ മെയിൻ ക്വസ്റ്റ്യൻ. അതായത് ഇവിടെ ഡിവിഡൻ പോളിസി അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എടുത്തു വെക്കുമ്പോൾ നമുക്ക് ഇവിടെ നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കും, മാക്സിമം മാർക്കറ്റ് വാല്യൂ, ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഡിവിഡൻ പോളിസിക്കകത്ത് നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ഡിവിഡൻ പോളിസിയും മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്നൂടെ പറയാം. ഡിവിഡൻ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപ നമുക്ക് കിട്ടുന്ന ഫേമിന്റെ ഇൻകത്തിൽ നമ്മൾ എത്ര രൂപ നമ്മൾ ഈ പറഞ്ഞ ഷെയർ ഹോൾഡേഴ്സ് ഡിവിഡന്റ് ആയിട്ട് കൊടുക്കണം, ബാക്കി എത്ര നമ്മൾ റീഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് അല്ലെങ്കിൽ റീറ്റെയിൻ ഏർണിംഗ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് ഇവിടെ ഓരോ ഡിവിഡൻ പോളിസിയിലും നമ്മൾ ഇറലവൻസ് എന്നൊക്കെ പറഞ്ഞ് കാണുന്ന എന്താണ്, ഡിവിഡൻ പോളിസിയിൽ നോക്കുന്നതേ ഉള്ളൂ ഇതർ ഇൻ റിലേഷൻ ബിറ്റ്വീൻ ഡിവിഡൻ പോളിസി ആൻഡ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ഇക്വിറ്റി ഷെയർ റിലേഷൻഷിപ്പ് ഉണ്ടോ, ഉണ്ട് അല്ലെ. എന്താണ് ഡിവിഡൻ മോഡൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിവിഡൻ പോളിസി എന്ന് പറയുന്നത്, അതായത് 2 തോട്ടാണുള്ളത്. 2 തോട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. 2 തോട്ട്, ഒന്ന് റിലവന്റ് തിയറിയും 2 ഇറലവന്റ് തിയറിയും. റിലവന്റ് തിയറിക്കകത്ത് പറയാണ് കമ്പനീസ് ഡിവിഡൻ പോളിസി, അതായത് കമ്പനി നിശ്ചയിക്കുന്ന ഡിവിഡൻ പോളിസിക്ക് അവരുടെ ആ കമ്പനീന്റെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് റിലേഷൻ ഉണ്ട് അല്ലെങ്കിൽ അതിൽ ഇമ്പാക്ട് വരുത്താൻ പറ്റും. ഇറലവന്റ് തിയറി പറയാണ് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. അതായത് ഇപ്പൊ കൂടുതലായിട്ട് നമ്മളിപ്പോ ഡിവിഡന്റ് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് ഇറലവന്റ് തിയറിയും, നല്ല കൂടുതൽ ഡിവിഡന്റ് കൊടുത്താൽ അല്ലെങ്കിൽ റീറ്റെയിൻ ഏർണിംഗ്സ് മെയിൻറ്റെയിൻ ചെയ്താൽ എന്തോ ആയിക്കോട്ടെ അവരുടെ ഈ പറയുന്ന കമ്പനിയുടെ ഡിവിഡൻ പോളിസി എന്തോ ആയിക്കോട്ടെ, ഇപ്പൊ കൂടുതലായിട്ട് റിറ്റെയിൻ ഏർണിംഗ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നമ്മൾ ഡിവിഡന്റ് ആയിട്ട് കൊടുക്കുന്നതാവാം, എന്ത് ചെയ്താലും ഈ പറയുന്ന ഡിവിഡൻ പോളിസിയും മാർക്കറ്റ് വാല്യൂ ഷെയർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് റിലവന്റ് തിയറിയും ഇറലവന്റ് തിയറിയിൽ അങ്ങനെ റിലേഷൻഷിപ്പ് ഇല്ല എന്നും പറയുന്നു. അപ്പൊ ഇതിനകത്ത് വരുന്ന 2 പ്രധാനപ്പെട്ട തിയറികളാണ് വാൾട്ടേഴ്സ് മോഡലും ഗോർഡൻസ് മോഡലും. ഇറലവന്റ് തിയറിക്കകത്ത് വരുന്ന റെസിഡ്യൂവൽ തിയറി, അപ്രോച്ച്, മോഡി ഗിലിയാനി മില്ലർ അപ്രോച്ച് ഒക്കെ ഇറലവന്റ് തിയറികളാണ്. ഒന്നുകൂടെ നോക്കാം. നമ്മൾ പറഞ്ഞു 2 തോട്ടാണുള്ളത്. ഒന്ന് ഡിവിഡന്റ് ദെൻ ഇൻവെസ്റ്റ്മെന്റ് പോളിസി. ഡിവിഡന്റും ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഇന്റർലേറ്റഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഇന്റർലേറ്റഡ് ആൻഡ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഇത് അഫക്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇവിടെ പറയുന്നതാണ് ഇങ്ങനൊരു റിലേഷൻ ഇല്ല, ഇവിടെ ഇങ്ങനെ റിലേഷൻ ഇല്ല. ഇത് രണ്ടും ഓർത്ത് വെച്ചോണേ. ഇനി പറയാം. നമ്മുടെ വാൾട്ടർ മോഡൽ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ജെയിംസ് വാൾട്ടറിന്റേതാണ്. ഇവിടെ അദ്ദേഹം പറയുന്നതാണ് ഡിവിഡൻ ഡിസിഷനും അതുപോലെ തന്നെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ തമ്മിൽ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. റിലവൻസ് തിയറി ആണിത്. അപ്പൊ അവിടെ ഇയാൾ വെക്കുന്ന ഒരു അസംഷൻ ഇതാണ്,
ഫേമിന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അസംഷൻ ആണല്ലേ, ഇതൊരിക്കലും സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല. അപ്പൊ ഫേമിന് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ഫേം ഹാസ് ഓൺലി സോഴ്സ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇനി കൂടുതൽ ഇൻകം ഏൺ ചെയ്യണം, ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എമൗണ്ട് ഏതാണ്? റീറ്റെയിൻഡ് ഏർണിംഗ്സ്. അതായത് 50,000 രൂപ ഇപ്രാവശ്യം ഏൺ ചെയ്തിട്ടുണ്ട്, 25,000 ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു, ബാക്കി 25,000 എന്ത് ചെയ്തു? പിന്നെ ബിസിനസിന്റെ ഫ്യൂച്ചറിലേക്കുള്ള ആവശ്യത്തിനായിട്ട് റീഇൻവെസ്റ്റ് ചെയ്തു. ദെൻ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റിന്മേൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇപ്പൊ 20% ആണെങ്കിൽ 20% കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ അസംഷൻ ഇതാണ്, കോൺസ്റ്റന്റ് ആണെന്നുള്ള അസംഷൻ ആണ്. ഇനി ബിസിനസ് എന്നും നിലനിൽക്കുന്നതാണ്, ഇൻഫിനിറ്റ് ലൈഫ് ആണ്. അപ്പൊ ഇത്രയും അസംഷൻ വെച്ചിട്ടാണ് വാൾട്ടേഴ്സ് മോഡൽ പോകുന്നത്. ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, നമുക്ക് അത് കുറിച്ച് പ്രോബ്ലം ഒന്നും വരത്തൊന്നുമില്ല. ഇനി നോക്കാം. നമ്മൾ ഒരു 1,00,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള അല്ലെങ്കിൽ നമ്മളെ ഷെയർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരു ബിസിനസ് സ്ഥാപനമാണ്. അവിടെ നമ്മളുടെ നമ്മൾ പറഞ്ഞല്ലോ റിട്ടേൺ ഒക്കെ ഇവിടെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഒക്കെ നമ്മളോട് കോൺസ്റ്റന്റ് ആയിട്ടാണ് കരുതുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ ബിസിനസിന്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, അതായത് 1,00,000 രൂപ ഓണേഴ്സ് നമുക്ക് തന്നപ്പം അതിന് നമ്മൾ കൊടുക്കേണ്ട കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20% കോസ്റ്റ്. നോർത്ത് വെച്ചോണം, എത്രയാണ് കോസ്റ്റ്? 20% കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഫേമിന്റെ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ KE എന്ന് പറയുന്നത്, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 20% ആണെങ്കിൽ ബിസിനസിന്റെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 20% ആണല്ലോ. ഇനി ഈ 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ 10,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ബിസിനസ് എന്ത് ചെയ്തു? ഈ പ്രാവശ്യം റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ആ 10,000ന്റെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ വേണം ഡിസിഷൻ എടുക്കാം. 50% നമുക്ക് എന്തായിട്ട് കൊടുക്കാം? റിട്ടേൺ ആയിട്ട്, നമ്മളെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം. 50% റീറ്റെയിൻ ഏർണിംഗ് ആയിട്ട് വെക്കാം. 50% റീറ്റെയിൻ ഏർണിംഗ് ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് അതിൽ നിന്ന് എന്തുമാത്രം റിട്ടേൺ കിട്ടുന്നുണ്ടെന്ന് നോക്കണം, അല്ലെ? 50% റീറ്റെയിൻ ഏർണിംഗ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ 50% റിട്ടേൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുമാത്രം 50% നമ്മൾ റീറ്റെയിൻ ചെയ്യണം. നമ്മൾ റീറ്റെയിൻ ഏർണിംഗ്സ് ആയിട്ട് വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ IRR നോക്കണം. അതായത് നമുക്ക് അതിന്മേൽ ആ ഇൻവെസ്റ്റ്മെന്റിന് എത്ര രൂപ തിരിച്ചു കിട്ടും നോക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു 1,00,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയപ്പം നമ്മൾ equity ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കോൺസ്റ്റന്റ് ആണ്, ഇവിടെ 20% അതിപ്പോ എത്ര രൂപയാണ് കൊടുക്കേണ്ടത്? 20%. അപ്പൊ ഈ 20% നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ വർഷം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം 10,000 രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻകം നോക്കാം. ആ ഇൻകത്തിൽ നമ്മൾ എന്ത് ചെയ്തു? 50% എന്നാ പിന്നെ എവിടെയാ അല്ലെങ്കിൽ 20% നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ അതിനകത്ത് 10,000-ൽ 5,000 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു, ബാക്കി 5,000 എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 25%. ഇവിടെ ഓർത്തോണം, 20% ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്താൽ കിട്ടത്തുള്ളൂ. ദെൻ 25% എന്ന് പറയുന്നത് അതായത് നമ്മുടെ പെർ ഷെയറിൽ നമുക്ക് ഷെയറിന് നമുക്ക് ഇക്വിറ്റി ഷെയറിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ 20% ആണ്. പക്ഷെ നമ്മൾ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ 25% റിട്ടേൺ കിട്ടും. അപ്പൊ എവിടെയായിരിക്കും നല്ലത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫുൾ എമൗണ്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്? അത് നമ്മൾ മുഴുവൻ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. കാരണം അതിന്മേൽ നമുക്ക് എത്ര കിട്ടും? 25% കിട്ടും. ഇവിടെ അടുത്തതോ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുവാണെങ്കിൽ 20% ആയിരിക്കും നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ പക്ഷേ ബിസിനസ്സിൽ തന്നെ അത് റീറ്റെയിൻ ചെയ്യുവാണെങ്കിൽ അവിടെയും 20%. അവിടെ നമുക്ക് ഏത് ഡിസിഷൻ വേണമെങ്കിലും എടുക്കാം. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിംഗ്സ്, ഒന്നെങ്കിൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? നമ്മൾക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുന്നത് 20% റിട്ടേൺ കിട്ടുന്നത്. പക്ഷേ നമ്മൾ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ വെറും 15% മാത്രം റിട്ടേൺ ഉള്ളെങ്കിൽ അവിടെ നമ്മൾ നല്ലത് ഏതായിരിക്കും? അത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കിട്ടിയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഗ്രേറ്റർ ദാൻ K ആണെങ്കിൽ അത് ഫുൾ എമൗണ്ടും ഒന്നും കൂടാതെ അല്ലെങ്കിൽ ഫുൾ എമൗണ്ടും എന്തായിട്ട് നമ്മൾ കൊടുക്കുക? നമ്മള് ഫുൾ എമൗണ്ടും നമ്മൾ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം 25% നമുക്ക് എന്ത് ഏൺ ചെയ്യാൻ പറ്റും. ഇനി ഈ പറഞ്ഞ R=K ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഫുൾ എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം, നമ്മൾ ഡിവിഡൻഡ് അല്ല ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരുപോലെ രണ്ടിൽ നിന്നും കിട്ടുന്ന ഇൻകം ഒരുപോലെയാണ്. ഇനി ലെസ് ദാൻ R ആണെങ്കിൽ അത് നമ്മൾ റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിലും കൂടുതൽ ഇൻകം ആ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന എവിടെ നിന്നാണ്? അത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുമ്പോഴായിരിക്കും. അപ്പൊ ഇവിടെ ഈ ഫേംസിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. ഈ ഫേംസിനെ അല്ലെങ്കിൽ R=K അവിടെ നമ്മൾ എന്തില്ല? ഡിവിഡൻഡ് കൊടുക്കുന്നേ ഇല്ല. ആ ഒരു ഫേം ഗ്രോത്ത് ഫേം ആണ്. അതായത് ആ പൈസ ഇട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടും? നമ്മളുടെ ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ കൂടും. ആ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് കിട്ടുന്നത്. ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് കിട്ടുന്നത്. ആ ഫേം ആണ് ഗ്രോത്ത് ഫേം.
ഇവിടെ എന്താണ് അത് പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല, അതിങ്ങനെ അങ്ങനെ തന്നെ നിൽക്കും, അല്ലാതെ പ്രത്യേകിച്ച് അവിടെ ഒരു എഫക്റ്റ് ഒന്നും വരുന്നേ ഇല്ല. അങ്ങനെയുള്ള ഫേം നോർമൽ ഫേം ആണ്, അത് എന്ത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് റിട്ടേൺ കുറവും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലുമാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ഡിക്ലൈൻ ഫേം ആണ്. അതിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്? അതിൽ മുഴുവൻ ഉള്ള പൈസ നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തു വിടുന്നതായിരിക്കും ഉള്ളതിൽ മെച്ചം എന്ന് പറയുന്നത്. കിട്ടിയോ? ഇനി രണ്ടാമത് നമ്മൾ അവിടെ കിടക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു നമ്മളുടെ ഡിവിഡൻഡ് ഇർലവൻസ് തിയറി ഉണ്ട്, ഡിവിഡൻഡ് റിലവൻസ് തിയറി ഉണ്ട്. റിലവൻസ് തിയറിക്കകത്ത് വരുന്നതാണ് ബേർഡ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത്. ബേർഡ് ഇൻ ഹാൻഡ് എന്ന് ഇത്രയേ ഉള്ളൂ, ഉള്ള പൈസ ഇവർക്ക് കൊടുത്തു വിടുക, കറണ്ട് ആയിട്ട് ഡിവിഡൻഡ് ആയിട്ട് തന്നെ കൊടുക്കുക. അത് നമ്മളുടെ എന്താണ് നമ്മളുടെ അൺസർട്ടൺ ഫ്യൂച്ചർ ക്യാപിറ്റൽ ഗെയിനേക്കാൾ നല്ലത്. ഗോർഡൻ പറയുന്നത് ഉള്ള പൈസ ഇപ്പൊ കൊടുത്തു വിടുക, ഇപ്പൊ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് കറണ്ട് ഇൻവെസ്റ്റേഴ്സിന് കറണ്ട് ഡിവിഡൻഡ് കൊടുത്ത് അങ്ങ് വിടുന്നതായിരിക്കും നല്ലത്. കയ്യിലിരിക്കുന്ന പക്ഷിയാണ് പറക്കുന്ന പക്ഷിയെ കഴിഞ്ഞും നല്ലത്. അതായത് ഫ്യൂച്ചർ കിട്ടാൻ പോകുന്ന പൈസ നോക്കിയിരിക്കാതെ ഇപ്പൊ കയ്യിലുള്ളത് കൊടുത്തു വിടുന്നതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നതാണ് ഈ പറയുന്ന തിയറി. അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും ആൻസർ എന്നൊന്ന് പറയാമോ? ഏതായിരിക്കും? റിലവൻസ് മോഡലാണ് അല്ലെ? റിലവൻസ് മോഡലാണ്. ഇനി ബേർഡ് ഇൻ ഹാൻഡ് ആണെങ്കിൽ ഗോർഡൻ, ഗ്രോത്ത് ഫേം ആണെങ്കിൽ നല്ല വളർച്ചയ്ക്ക് സാധ്യതയുള്ള ബിസിനസ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും കൂടുതൽ? റിട്ടേൺ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, റിട്ടേൺ കൂടുതലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇതെടുക്കാം. നോർമൽ ഫേം ആണെങ്കിൽ റിട്ടേണും ഇതും ഈക്വൽ ആണ്, അത് എന്ത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം.